ദൈവത്തിന് സ്തോത്രം. വേണ്ടുവരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിൽ നമ്മുടെ മധ്യേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ഒരിക്കൽ കൂടി നല്ല കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഈ ദേശത്തിൽ ഈ വൈകിയ വേളയിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാനും സർവശക്തൻ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കാം. നന്ദി കർത്താവേ, നന്ദി യേശുവേ, അങ്ങ് ഒരുക്കി തന്ന നല്ല സമയത്തിനായി, ഒരുക്കപ്പെട്ട നല്ല സാവകാശത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങയുടെ സ്നേഹത്തിനായി, അങ്ങയുടെ കരുതലിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. നന്ദി യേശുവേ. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആദരങ്ങളെ തുറന്ന് നല്ല കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്നവർ, അവനോട് ചേർന്നിരിക്കുവാൻ ലഭിച്ച നല്ല അവസരത്തിൽ സന്തോഷിക്കുന്നവർ, കർത്താവ് ചേർത്ത് നിർത്തിയിരിക്കുന്ന വിധങ്ങളെ ഓർക്കുന്നവർ, ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഇന്ന് വരെയും നടത്തിയ കർത്താവെ, തുടർന്നും അങ്ങ് നടത്തുവാൻ പോകുന്ന കൃപയ്ക്കായി, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറച്ച് ഞങ്ങളെ ശക്തീകരിച്ച് വിടുതലോടെ മടങ്ങുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സകലമാനവും മഹത്വവും ഒക്കെയും ഈ നല്ല വൈകിയവേളയിലും അങ്ങയുടെ തന്നെ ആയിരിക്കുവാൻ സ്വർഗം ഇടവരുത്തിയാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഈ വൈകിയവേളയിലും ഒപ്പമായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ഞായറാഴ്ച പകലും ഈ വൈകിയ വേളയിലുമൊക്കെ ഒരുമിച്ച്, പ്രത്യേകിച്ച് രാവിലെ മുതൽ സഭാരാധനയെ തുടർന്ന് ഈ വൈകിയ വേളയിൽ നമുക്കിങ്ങനെ ഒരുമിച്ചായിരിക്കുവാൻ കഴിഞ്ഞത് നിശ്ചയമായും വലിയ സന്തോഷത്തിന് കാരണമായി തീരും. നിശ്ചയമായി ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ നൽകുവാൻ മനസ്സുള്ളവൻ്റെ അടുക്കൽ നമ്മളായിരിക്കുന്നു. ആമേൻ. ലോകത്തിന് മനസ്സില്ലാതിരിക്കുമ്പോൾ, ലോകത്തിന് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടത് നൽകുവാൻ മടിയുള്ള സമയത്തും നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടത് ചോദിച്ച് നൽകുവാൻ കഴിവുള്ള കർത്താവിൻ്റെ അടുക്കൽ ഈ രാത്രി ഈ വൈകിയ വേളയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുന്നു. പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ ആയിരുന്നാട്ടെ. കടന്നു വന്ന് ഒപ്പമായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വൈകിയ വേളയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന അല്പസമയത്തെ വചനധ്യാനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അല്പസമയത്തെ വചനധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ പട്ടണ മധ്യത്തിൽ ഞങ്ങൾക്കൊരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാനും അങ്ങേ പാടി സ്തുതിക്കുവാനും ആരാധിച്ച് ജയമെടുക്കുവാനും പ്രാർത്ഥിക്കുവാനും സ്വർഗം ഞങ്ങൾക്ക് അവസരം നൽകി. വചനത്തിലൂടെ അങ്ങ് സംസാരിച്ചു. തുടർന്നും അപ്പാ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ, അപ്പാ വചനം ഞങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ആ ദൈവിക വിടുതലുകൾ പ്രാപിച്ച് ഇതിനകത്ത് നിന്ന് മടങ്ങുവാൻ ഈ നല്ല രാത്രിയിലും ഞങ്ങൾക്കങ്ങ് അവസരം നൽകണമേ കർത്താവേ. അങ്ങയുടെ വലിയ സാന്നിധ്യം, ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാന്നിധ്യം വിടുതലിന് കാരണമാകും വണ്ണം ചലിച്ചു തുടങ്ങട്ടെ. വ്യക്തിപരമായ വിടുതലുകൾ ഇന്ന് രാത്രിയിൽ സംഭവിക്കട്ടെ കർത്താവേ. വ്യക്തിപരമായ ആലോചനകൾ, വ്യക്തിപരമായ ദൈവിക സന്ദർശനം, വ്യക്തിപരമായ ദൈവിക സമർപ്പണം ഇന്ന് രാത്രിയിൽ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. അങ്ങ് വ്യക്തിപരമായി ഇടപെട്ടാട്ടെ. റാധിയ ശഖ റധരേ ഷന്ധാരകന യേശുവിൻ നാമത്തിൽ ദേശം അങ്ങയുടെ സ്തോത്രം മഹത്വം അറിയട്ടെ കർത്താവേ. ഭവനങ്ങൾക്കകത്ത് നിരാശയോടെ ഭാരത്തോടെ ആയിരിക്കുന്നവർ ഈ വൈകിയ വേളയിലും ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയട്ടെ. ഒരു സ്പർശനമായി, ഒരു തലോടലായി, ഒരു തണുത്ത കാറ്റായി ദൈവിക സാന്നിധ്യം ഇന്ന് ഈ വൈകിയ വേളയിൽ ഭവനങ്ങൾക്കകത്ത് ചലിക്കട്ടെ. പട്ടണം വിടുവിക്കപ്പെടുന്ന, ദേശം വിടുവിക്കപ്പെടുന്ന അത്ഭുതത്തിൻ്റെ വൈകിയ വേളയായി ഈ വൈകിയ വേള മാറുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ. ഒപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ. ഒത്തിരി ദൂരം കടന്ന് ഈ പട്ടണ മധ്യത്തിൽ ഞങ്ങൾക്ക് അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് അവസരം നൽകിയെങ്കിൽ പട്ടണങ്ങളെ പിടിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത സാന്നിധ്യം ഇന്ന് രാത്രിയിലും ചലിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ദേശത്തെ വിടുവിക്കുന്ന, പട്ടണത്തെ പിടിക്കുന്ന, ജനത്തെ സ്വതന്ത്രമാക്കുന്ന അങ്ങയുടെ അത്ഭുത സാന്നിധ്യം ഈ വൈകിയ വേളയിലും ചലിക്കട്ടെ. അങ്ങ് ഞങ്ങളോട് കൂടിരുന്നാട്ടെ. അടിയനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇത് അത്ഭുതത്തിൻ്റെ സമയമായി, ഇത് അത്ഭുതത്തിൻ്റെ വിടുതലിൻ്റെ നേരമായി മാറുവാൻ തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ശക്തീകരിച്ചാട്ടെ. വാക്യം ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും,
അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ വാക്യത്തിന് ഇങ്ങനൊരു ടൈറ്റിൽ കൊടുത്ത് ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവ് വരും. ആമേൻ. പരിശുദ്ധാത്മാവ് വരും. എത്ര പേർ വിശ്വസിക്കുന്നു? ഈ വൈകുന്നേരവും നമ്മൾ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ, ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. സ്വർഗം തുറന്ന് യോർദാനിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന നിങ്ങളുടെ മേൽ ഇന്ന് ഇറങ്ങി വരും. റാധിയ ശഖ റദരെ ഷന്ധാരകൻ. അസാധ്യങ്ങൾ സാധ്യമാകുവാൻ റാധനെ ഷാധൂറിക. മനുഷ്യൻ തടഞ്ഞു വെച്ചത്, പിശാച് ബന്ധിച്ചു വെച്ചത്, കെട്ടുകളെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ, തടസ്സങ്ങളെ തച്ചു തകർത്ത് പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന ശബ്ദത്തോടെ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. കാത്തിരിക്കുന്ന പ്രിയരെ, പ്രതീക്ഷയോടെ ഒരുങ്ങിയായിരിക്കുന്ന പ്രിയരെ, നിങ്ങൾ സ്തോത്രം, നിങ്ങൾ കാത്തിരിക്കുന്നത്, നിങ്ങൾ പ്രാപിക്കേണ്ടത്, വാഗ്ദത്തമായി കേട്ടത് നേടിയെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും. അതേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരിക തന്നെ ചെയ്യും. ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് പ്രസ്തുത വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ആമേൻ. സ്തോത്രം. ചോദ്യം ഇതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ഒരു ചോദ്യം ഉണ്ടാകുകയാണ്. ഒരു സ്തോത്രം, ഒരു സ്ത്രീയിൽ നിന്ന്, ആമേൻ, ഒരു പെൺകുടിയിൽ നിന്ന്, ബേത്ലഹേമിലെ ഒരു കർഷക ഇടയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുഞ്ഞ്, അല്ലെങ്കിൽ ഒരു സ്തോത്രം കുട്ടി ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആമേൻ. സ്തോത്രം. എങ്ങനെ സ്തോത്രം ഇത് സംഭവിക്കും? ആമേൻ. എങ്ങനെ ഇത് സംഭവിക്കും? ആ ചോദ്യത്തിനുള്ള കാരണം സ്തോത്രം വേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതൻ അവളോട് ഒരു വാഗ്ദത്തത്തെ അറിയിക്കുകയാണ്. ആ വാഗ്ദത്തത്തിന്റെ പ്രത്യേകത ഇതാണ്. തോട്ടത്തിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മുതൽ സ്തോത്രം അന്ന് ആ സ്ത്രീ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഭക്തന്മാർ ആവലോടെ കാത്തിരുന്ന ഒരു പ്രവചന നിവർത്തി. ആമേൻ. തോട്ടത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, പല ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തുടങ്ങി സ്തോത്രം ആ സ്ത്രീ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ സ്ത്രീ ഉൾപ്പെടെ അനേക ഭക്തമതികൾ കാത്തിരിക്കുന്ന പ്രവചന നിവർത്തി. അതെ, ആ സ്ത്രീ കേൾക്കുകയാണ്. തന്നിലൂടെ അത് സംഭവിക്കും, തന്നിലൂടെ അത് സംഭവിക്കും. ആശ്ചര്യപ്പെട്ടുകൊണ്ട് അവൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇതെങ്ങനെ സാധ്യമായി തീരും? നീ പറഞ്ഞത് നല്ല കാര്യമാണ് ദൂതനെ, നിന്നിൽ നിന്ന് ഞാൻ കേട്ടത് എനിക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. പക്ഷേ ഇതെങ്ങനെ സംഭവ്യമായി തീരും? ഒരു പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ആ സ്ത്രീ, ആ സഹോദരി, മറിയ എന്ന സഹോദരി അങ്ങനെ ചോദിക്കുവാനുള്ള കാരണം എന്ന് സ്തോത്രം അല്പമായി നാം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ഒരു ഇടയ പെൺകുട്ടിയാണ്. ആമേൻ. സ്തോത്രം. പേരില്ല, പെരുമയില്ല, പ്രശസ്തിയില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുവാൻ യാതൊന്നും ഇല്ല. എങ്കിലും അവൾ വാഗ്ദത്തം കേൾക്കുകയാണ് ദൈവത്തിന്റെ ദൂതനിൽ നിന്ന്. എന്ന് ഈ വൈകിയ വേളയിൽ എന്നിലൂടെ നിങ്ങൾ കേൾക്കുന്നത് പോലെ തന്നെ പല കാലങ്ങളായി പലരും കാത്തിരുന്നത് നിങ്ങളിലൂടെ പുറത്തു വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ജീവിതത്തിൽ നീ കാത്തിരിക്കുന്നത്, നീ ആഗ്രഹിച്ച് പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നിറവേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും. കാലാകാലങ്ങളായി നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് പലരും കേട്ടത് നിങ്ങളിലൂടെ നിവർത്തിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും. നിങ്ങളുടെ പിതാക്കന്മാർ കേട്ടത്, നിങ്ങളുടെ അമ്മമാരുടെ കണ്ണുനീരിന്റെ ഫലമായി ദൈവം നൽകാമെന്ന് പറഞ്ഞത് നിവർത്തിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും. ദേശം വിടുവിക്കപ്പെടുവാൻ, ദേശത്തിൽ കരയുന്ന അനേക വ്യക്തികൾ, ദേശത്തിൽ കരയുന്ന അനേക ജീവിതങ്ങൾ മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന പ്രിയരെ, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും. നിന്റെ കാത്തിരിപ്പിന് അറുതി ഉണ്ടാകുവാൻ മാത്രമല്ല, നിന്നിലൂടെ അനേകർ വിടുവിക്കപ്പെടുവാൻ, നിന്നിലൂടെ നിന്റെ തലമുറകൾ വിടുവിക്കപ്പെടുവാൻ, നിന്നിലൂടെ നിന്റെ സഹോദരങ്ങൾ വിടുവിക്കപ്പെടുവാൻ, പ്രിയ സഹോദരി, നിന്നിലൂടെ നിന്റെ ഭർത്താവ് വിടുവിക്കപ്പെടുവാൻ, സഹോദര, നിന്നിലൂടെ നിന്റെ ഭാര്യ വിടുവിക്കപ്പെടുവാൻ, നിന്നിലൂടെ നിന്റെ ദേശം വിടുവിക്കപ്പെടുവാൻ, നിന്നിലൂടെ നീ അറിയുന്നവർ വിടുവിക്കപ്പെടുവാൻ. പ്രിയ കുഞ്ഞുമക്കളെ, നിങ്ങളിലൂടെ നിങ്ങളോടൊപ്പം
അതോടൊപ്പം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടുവാൻ, മധ്യത്തിലും മയക്കുമരുന്നിലും ലോകമുഖങ്ങളിലും തകർന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർ വിടുവിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിന്റെ മേൽ ദൈവത്തിന്റെ നിന്റെ ജീവിതം മാറ്റുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് സ്തോത്രം യേശുവിൻ നാമത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ കരങ്ങളെ തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്ന് സ്തോത്രം ആത്മാവിന്റെ ശക്തി അനുഭവിച്ചറിയുന്നവർ നിന്റെ ജീവിതം മാറും. യേശുവിൻ നാമത്തിൽ നിന്റെ ജീവിതം മാറുന്ന, നിന്നിലൂടെ നീ അറിയുന്ന ഒത്തിരി പേരുടെ ജീവിതം യേശുവിൻ നാമത്തിൽ നിന്നിലൂടെ നീ അറിയുന്ന ഒത്തിരി പേരുടെ ജീവിതം മാറുന്ന, യേശുവിൻ നാമത്തിൽ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറുന്ന, നിന്റെ സഭയുടെ അവസ്ഥ മാറുന്ന, നിന്റെ പ്രിയപ്പെട്ടവരുടെ അവസ്ഥ മാറുന്ന. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഒരു പക്ഷേ സ്തോത്രം ആ മറിയ എന്ന സഹോദരി ആ പ്രവചന ശബ്ദം കേട്ടപ്പോൾ സന്തോഷിക്കേണ്ട സ്ഥാനത്ത് ഒരു ദുഃഖം വന്നതുപോലെ, അല്ലെങ്കിൽ അവൾ ഭയപ്പെട്ടു എന്ന് പറയുന്നു. കാരണം സ്തോത്രം സന്തോഷിക്കേണ്ടതാണ്, എന്നാൽ ചോദ്യം ഉള്ളിലുണ്ടായി, ഇതെങ്ങനെ സംഭവിക്കും? ആമേൻ, സ്തോത്രം. പേര് പെരുമയില്ല, പ്രശസ്തിയില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ പറഞ്ഞു നിൽക്കുവാനുള്ള യാതൊന്നുമില്ല. പലരുടെയും സങ്കടം അതാണ്, എനിക്കൊരു പേരില്ല, എനിക്ക് അങ്ങനെ പറയുവാൻ സ്തോത്രം ഒരു ഐഡന്റിറ്റി ഇല്ല, എന്നെ ബൂസ്റ്റ് ചെയ്യുവാൻ, എന്നെ പ്രൊമോട്ട് ചെയ്യുവാൻ ആരുമില്ല. ചിലർ എനിക്കൊപ്പം ഇല്ലാത്തത് കൊണ്ട്, ചിലർ എന്നെ കൈപിടിച്ച് നടത്താത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ പ്രയോജനപ്പെടുവാൻ കഴിയുന്നില്ല, എനിക്ക് അങ്ങനെ ഉയർന്നു വരുവാൻ കഴിയുന്നില്ല. ആമേൻ. മനുഷ്യർ ഉയർത്തിയിട്ട് ഉയരുന്നവനല്ല കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത്, ദൈവം ഉയർത്തിയിട്ട് ഉയരുന്നവരത്ര. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നിന്നെ ഉയർത്തും. ഇന്ന് പകലിൽ നീ ഇതിനകത്തായിരിക്കുന്നുവെങ്കിൽ കേൾക്ക്, മനുഷ്യർ ഉയർത്തുന്നതിന് വേണ്ടി കാത്തിരിപ്പ് നിർത്തി ദൈവം ഉയർത്തുവാൻ വേണ്ടി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി വാഞ്ചിക്ക്, അവൻ നിന്നെ ഉയർത്തും. യേശുവിൻ നാമത്തിൽ ചില പേരുകൾ, ആമേൻ, സ്തോത്രം. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ ചില പേരുകൾക്ക് പിന്നാലെയാ, ചില വ്യക്തികളുടെ പേരുകൾ, യേശുവിൻ നാമത്തിൽ ചില വർഷങ്ങളായി ചില പേരുകൾ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുക, ചില വർഷങ്ങളായി ദൈവദാസനെ ചില പേരുകൾ നിന്നെ ശല്യപ്പെടുത്തുക. ആമേൻ. നീ ആഗ്രഹിച്ചത് നിനക്ക് തരാതെ, നീ സ്വപ്നം കണ്ടത് നിനക്ക് തരാതെ, സ്തോത്രം, ആമേൻ, നിന്നെ ഉയർത്താതെ കരം വലിച്ചു കളയുന്ന അവസ്ഥ യേശുവിൻ നാമത്തിൽ ഈ പകലും കേൾക്ക്. നിന്നെ വിളിച്ച ദൈവം, ആമേൻ, സ്തോത്രം, നിന്നെ കൊണ്ടുവന്ന ദൈവം, പലവരും നീ പണി മതിയാക്കി പോയതാ, പലവരും നീ വേണ്ട എന്ന് വെച്ച് എല്ലാം പൂട്ടിക്കെട്ടി മാറി നിന്നതാ. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, അവിടെ നിന്നൊക്കെ നിന്നെ തിരികെ കൊണ്ടുവന്ന് പിന്നെയും മുഴങ്കാൽ മടക്കുമാറാക്കിയ ദൈവം പറയുന്നു, അതെ, ആ പേരുകളിലൂടെ അല്ല നീ ഉയരുവാൻ പോകുന്നത്, ആ വ്യക്തികളിലൂടെ അല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിനക്കൊരു ഉയർച്ച. യേശുവിൻ നാമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിനക്കൊരു ഉയർച്ചയുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിനക്കൊരു ഉയർച്ചയുണ്ട്. ഭൂതകാലത്തെ മായ്ച്ചു കളയുന്ന ഭൂതകാലത്തെ മായ്ച്ചു കളയുന്ന കല്ലെറിഞ്ഞവൻ എന്ന പേര് മായ്ച്ചു കളയുന്ന യേശുവിൻ നാമത്തിൽ കല്ലെറിഞ്ഞവൻ എന്ന പേര് മായ്ച്ചു കളയുന്ന താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. നന്ദി കർത്താവേ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ഇതിനകത്തായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടുമായി പറയട്ടെ, ആമേൻ, കുഞ്ഞുങ്ങളാകട്ടെ, മുതിർന്നവരാകട്ടെ, ആമേൻ, സ്തോത്രം, ആമേൻ, ഏതെങ്കിലും വ്യക്തികളല്ല, സ്തോത്രം, ഏതെങ്കിലും ഒരു പ്രസ്ഥാനമല്ല, സ്തോത്രം, ഏതെങ്കിലും പേരുകളല്ല നിങ്ങളെ ഉയർത്തുവാനുള്ളത്. ആമേൻ. അങ്ങനെ ഏതെങ്കിലും പേരുകൾ നിങ്ങളെ ഉയർത്തും എന്ന് വാശി പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, എനിക്ക് ആ പേര് കൊണ്ട് ഉയരണ്ട. ആമേൻ, സ്തോത്രം. അങ്ങനെ ഏതെങ്കിലും പൊസിഷൻസ് നിങ്ങളെ ഉയർത്തുമെന്ന് പറഞ്ഞ് ഉയർത്തിയിട്ടേ അടങ്ങൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, അങ്ങനെ എന്നെ ആരെയും ഉയർത്തണ്ട, ഞാൻ ഉയരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ.
യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഉയരേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാ, ഉയരേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉയർത്തും. ആമേൻ, സ്തോത്രം. അപ്പോ ആ സഹോദരി മറിയ എന്ന സഹോദരി ഭയപ്പെടുവാനുള്ള കാരണമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പേര് പെരുമ പ്രശസ്തി ഒന്നുമില്ല. പെന്നെ എങ്ങനെ ഉയരുവാൻ കഴിയും? പലപ്പോഴും ഭയം ഇതാണ്, പലപ്പോഴും മുറിയടച്ചിടുന്നത് അതുകൊണ്ടാണ്, പലപ്പോഴും ബൈബിൾ മടക്കി വെക്കുന്നത് അതുകൊണ്ടാണ്. പേര് പെരുമ പ്രശസ്തി ഇല്ല, ചില പേരുകളില്ല, ചിലർ സ്തോത്രം താങ്ങി ഉയർത്തുവാൻ ഇല്ല. എന്നാൽ കേൾക്കണമേ, സ്തോത്രം, ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞത് സ്തോത്രം അവിടെയുള്ള ഏതെങ്കിലും ഒരു പുരോഹിതന്റെ പേരല്ല, ഏതെങ്കിലും ഒരു സ്തോത്രം ആലയത്തിന്റെ പേരല്ല, മറ്റാരുടെയെങ്കിലും പേരല്ല. സ്തോത്രം, ഉയരേണ്ടവൻ ഉയർത്തുവാൻ തക്കവണ്ണം ഇറങ്ങി വരും. ആമേൻ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഉയരേണ്ടവൻ ഉയർത്തുവാൻ തക്കവണ്ണം ഇറങ്ങി വരും. ആമേൻ. ശ്രദ്ധിച്ചോട്ടെ, ഈ സ്തോത്രം ഈ വാക്കുകൾ കേൾക്കുമ്പോഴും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും സ്വാഭാവികമായി ഇങ്ങനൊരു സംശയം ഉണ്ടാകാം. ആമേൻ, സ്തോത്രം. എന്ത് യോഗ്യതയാണ് പിന്നെ എനിക്കുള്ളത്? ആമേൻ, സ്തോത്രം. പേരില്ല, പെരുമയില്ല, പ്രശസ്തിയില്ല, ആ സ്തോത്രം താങ്ങി ഉയർത്തുവാൻ ആരുമില്ല, വലിച്ചു കൊണ്ടുപോകുവാനോ തള്ളി വിടുവാനോ ആരുമില്ല. സ്തോത്രം. പിന്നെ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? ഞാൻ പിന്നെയും പറയും, യോഗ്യത മറിയയുടേത് തന്നെയാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. എനിക്കും നിങ്ങൾക്കുമുള്ള യോഗ്യത മറിയയുടേതാണ്. 1:30 ലൂക്കോസിന്റെ സുവിശേഷമാണ് കേട്ടോ. അവിടെ ദൂതൻ വ്യക്തമായി ആ യോഗ്യത വിവരിക്കുന്നുണ്ട്. കൃപ. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൂതൻ യോഗ്യത പറഞ്ഞിട്ടാ തുടങ്ങുന്ന. കൃപ ലഭിച്ചവൾ, കൃപ ലഭിച്ചവൾ. ഇന്ന് ഇതിനകത്തായിരിക്കുന്ന എന്നെ കേൾക്കുന്ന കൃപ ലഭിച്ചവരെ, നിങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്. നിങ്ങൾ ദൈവത്തിന്റെ കൃപ ലഭിച്ചവരത്രേ. ഈ വൈകിയ വേളയിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ട് ഇരിക്കുന്നുവെങ്കിൽ, മറിയ ദൂതനിലൂടെ കേട്ടുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ശബ്ദം ഈ വൈകിയ വേളയിലും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ തിരിച്ചറിയൂ, ദൈവത്തിന്റെ കൃപ അളവ് കുറയാതെ നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നു. ഓ സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. എന്താണ് തെളിവ്? അതേ തെളിവ് ഇത് തന്നെയാണ്. നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഇരിക്കുന്നു. കൃപ ലഭിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. കൃപയ്ക്ക് പകരം വേറെ എന്തൊക്കെയോ കിട്ടിയവർ ലോകത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഈ സമയം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കിയേ. ആമേൻ. ഒത്തിരി ഭവനങ്ങൾക്കകത്ത് കേൾക്കുന്ന ശബ്ദം എന്തായിരിക്കും? കേൾപ്പിക്കപ്പെടുന്ന ശബ്ദം എന്തായിരിക്കും? ആമേൻ, സ്തോത്രം. കുറച്ചു നേരത്തെ സന്തോഷത്തിനായി എൻജോയ് ചെയ്യുവാൻ, എന്റർടൈൻ ചെയ്യുവാൻ വേണ്ടി പ്രേസർ ഫാമിലിയിലേക്ക് വിളിക്കുന്ന ഒത്തിരി പേർ പറയുന്ന ഒരു പരാതിയാണ്, ദേവദാസനെ ഒന്ന് ഫ്രീ ആയിരിക്കാം, ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് സിനിമയ്ക്ക് പോയി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അവരുടെ രീതിയിൽ ചിന്തിച്ചാൽ അത് നല്ലതാണ്. സിനിമയ്ക്കൊക്കെ പോയിക്കോട്ടെ, കാപ്പിയൊക്കെ കുടിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ച് വീട്ടിൽ വന്നോട്ടെ. പക്ഷേ അവർ പറയുന്ന കാര്യമുണ്ട്. ആമേൻ, അത് കഴിഞ്ഞ് വന്നത് തൊട്ട് അടി തുടങ്ങി. ആമേൻ, സ്തോത്രം, സ്തോത്രം. ഭർത്താവ് പറയും അതിലെ നായികയെ പോലെ ആയില്ല. സ്തോത്രം. ഭാര്യ പറയും ആ നായകനാണ് കൊള്ളാമെന്നുള്ളത്. മക്കൾ പറയും അമ്മയും അപ്പനും അവരെ പോലെ ആയിരുന്നു കൊള്ളാമായിരുന്നു. ആമേൻ, സ്തോത്രം. ലോകത്തിൽ നിന്ന് പലതും കണ്ടിട്ട് അത് കിട്ടാത്തത് കൊണ്ട് തല്ലുകൂടുന്ന കൂട്ടമുള്ള സമയത്ത് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നു, ദൈവത്തിന്റെ ശബ്ദവും കേട്ട്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ഒരു നിമിഷം പിന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ ലോകത്തിൽ സന്തോഷം കിട്ടുമെന്ന് എന്തിനു വേണ്ടി സമയം ചിലവഴിക്കുന്നുവോ, കുറച്ച് കഴിയുമ്പോൾ അത് അടിക്ക് കാരണമായി മാറും. ആമേൻ, സ്തോത്രം. അത് വഴക്കിന് കാരണമായി മാറും, അതെന്തെങ്കിലും ഒരു തർക്കത്തിന് കാരണമായി മാറും. പക്ഷെ ദൈവസന്നിധിയിൽ നീ പ്രാപിക്കേണ്ടതുപോലെ ആ സന്തോഷം പ്രാപിച്ചെടുത്താൽ അത് വഴക്കിടിയിപ്പിക്കത്തില്ല, അത് തമ്മിൽ അടിയിപ്പിക്കത്തില്ല, അത് തകർന്നതിനെ പണിതുയർത്തും. ഓ സ്തോത്രം. അത് നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ കൊണ്ടുവരുത്തും, അത് ഇല്ലാതായി തീർന്നതിനെ പണിതെടുക്കും. ഓ റിധാന ഷക റദരേ ശന്താരകന. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. നന്ദി കർത്താവേ. ആമേൻ, സ്തോത്രം. കൃപ ലഭിച്ച, സ്തോത്രം, ആമേൻ, മറിയ കൃപ ലഭിച്ച പ്രിയപ്പെട്ടവർ, ആമേൻ, കൃപ ലഭിച്ചു എങ്കിൽ വാഗ്ദത്തം നിങ്ങളുടെ അവകാശമത്രേ. ആമേൻ. കൃപ ലഭിച്ചവർ വാഗ്ദത്തം കാണും. കൃപ ലഭിച്ചവർ വാഗ്ദത്തത്തെ അവകാശമാക്കും. കൃപ ലഭിച്ചവർ വാഗ്ദത്തത്തിന് മേൽ കാൽ വയ്ക്കും. കൃപ ലഭിച്ചവർ അത് പ്രാപിച്ചെടുക്കും. ഈ വൈകിയ വേളയിലും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, കൃപ ലഭിച്ച നീ ചിലതിന് മേൽ കാൽ വയ്ക്കുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ കൃപ ലഭിച്ച നീ ചില വസ്തു കൈവശമാക്കി അതിനുമേൽ കാൽ വയ്ക്കുവാൻ പോകുക. കൃപ ലഭിച്ച നീ, ഓ റേധാന ശഖാര
ആരാധന ആ നന്മയെ കൈവശമാക്കുവാൻ പോകുക. കൃപ ലഭിച്ച നീ ദേശത്തെ നേടുവാൻ പോകുക. കൃപ ലഭിച്ച നീ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. ആമേൻ. യോഗ്യത കൃപയാണ്. കൃപ ലഭിച്ചവളോട് പറയുകയാണ്, നിനക്ക് കൃപ ലഭിച്ചിട്ടുണ്ട്, ഇനി സംഭവിക്കേണ്ടത് സംഭവിക്കുവാൻ സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും. സന്തോഷത്തോടെ പറയട്ടെ, പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും. ആമേൻ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ആവർത്തിച്ചു പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിശ്ചയമായും വരിക തന്നെ ചെയ്യും. ആമേൻ. വാഗ്ദത്തം നിവർത്തിക്കപ്പെടുവാൻ വരേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. വാഗ്ദത്തം നിവർത്തിക്കപ്പെടുവാൻ വളരേണ്ടത് നമ്മുടെ ബുദ്ധിയല്ല, വളരേണ്ടത് നമ്മുടെ അറിവല്ല, വളരേണ്ടത് നമ്മുടെ സമ്പത്തല്ല, വളരേണ്ടത് നമ്മുടെ ബന്ധുബലമല്ല, വളരേണ്ടത് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ അല്ല, മറിച്ച് വളരേണ്ടത് കൃപയാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വാഗ്ദത്തം കേട്ട നീ അത് പ്രാപിച്ചെടുക്കണമെങ്കിൽ കൃപയിൽ വർദ്ധിച്ചു വന്നേ മതിയാകത്തുള്ളൂ. നോക്ക്, കൃപ ലഭിച്ചവൾ വാഗ്ദത്തം പ്രാപിച്ചെടുക്കും. ഈ വിധത്തിൽ പ്രാർത്ഥിച്ചായിരിക്കുന്നവർ പ്രാപിച്ചെടുക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് അതേ സ്തോത്രം ലഭ്യമായി തീരുന്ന ആ വാഗ്ദത്ത നിവർത്തിയുടെ 3 പ്രത്യേകതകൾ ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 32 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ആ 3 പ്രത്യേകതകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ലൂക്കോസിന്റെ സുവിശേഷം സുപരിചിതമായിരിക്കും. വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കുക. 32-33 വാക്യങ്ങൾ. അവിടെ ഒന്നാമതായി രേഖപ്പെടുത്തിയിരിക്കുന്നു, കൃപ ലഭിച്ച മറിയയുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പുറത്തു വരുന്ന വാഗ്ദത്തം അത് വലിയതായിരിക്കും. ആമേൻ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഒന്നാമതായി അത് വലിയതായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ചെറുതെന്തെങ്കിലും തന്ന് നിങ്ങളെ മാറ്റി നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നതേയില്ല. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ചെറുതെന്തെങ്കിലും തന്ന് നിങ്ങളെ മാറ്റി നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നതേയില്ല. എന്തെങ്കിലും എങ്ങനെയെങ്കിലും തന്ന് എൻ്റെ ദൈവം നിങ്ങളെ മാറ്റി നിർത്തുവാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. ആമേൻ. സ്തോത്രം. വാഗ്ദത്ത നിവർത്തിക്കായി കാത്തിരിക്കുന്ന, പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന പലരും സങ്കടത്തോടെ പറയുന്ന കാര്യമുണ്ട്. ആമേൻ. ഒത്തിരിയായി കാത്തിരിപ്പ്, കുറേയായി കാത്തിരിപ്പ്, ഇതിനെന്നാണ് ഒരു അറുതി ഉണ്ടാകുന്നത്, ഇതിനെന്നാണ് ഒരു അവസാനം ഉണ്ടാകുന്നത്, എന്നാണ് ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നത്. ആമേൻ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം, നിങ്ങൾ കാത്തിരിപ്പിന്റെ ആ സ്തോത്രം കാലാവധി കൂടുമ്പോൾ വേദനിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം ഏറ്റവും വലിയത് തരുവാനുള്ള സമയത്തിനായി കാത്തിരിക്കുന്നു. ആമേൻ. ഏറ്റവും വലിയത്, ഏറ്റവും വലിയത്. കാരണം എൻ്റെ ദൈവത്തിനറിയാം നിന്റെ കാത്തിരിപ്പ് അത്രമേൽ കഠിനമായിരുന്നു. എൻ്റെ ദൈവത്തിനറിയാം കാത്തിരുന്ന നീ അത്രമാത്രം കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ദൈവത്തിനറിയാം കാത്തിരുന്ന നീ ഒരുപാട് പേരുടെ മുമ്പിൽ തലകുനിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവത്തിനറിയാം കാത്തിരുന്ന നീ പലരുടെയും മുമ്പിൽ പലരുടെയും വാക്കുകൾക്ക് മറുപടി പറയുവാൻ കഴിയാതെ തലകുനിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവത്തിന് അത് അറിയാം. അതുകൊണ്ട് ഏറ്റവും വലിയത് തന്നിട്ടല്ലാതെ, ഏറ്റവും വലിയത് തന്നിട്ടല്ലാതെ നിന്റെ കാത്തിരിപ്പിന് അറുതി വരുവാൻ എൻ്റെ ദൈവം യേശുവിൻ നാമത്തിൽ കാത്തിരിപ്പിന് അറുതി വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, കാത്തിരിപ്പ് സ്തോത്രം വലുതാണെങ്കിൽ ആമേൻ നീ പ്രാപിക്കുവാനുള്ളതും വലുതാണ്. ആമേൻ. കാരണം ദൈവത്തിന്റെ പക്കൽ ചെറുതൊന്നുമില്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പക്കൽ എന്തെങ്കിലും നിസാരമായി സ്തോത്രം നിസാരമായത് തന്ന് നിന്നെ ഒഴിവാക്കുന്ന പദ്ധതി ഇല്ലേ ഇല്ല. ആമേൻ. അത് ലോകത്തിലുള്ളതാണ്, അത് ലോകത്തിലുള്ളതാണ്. എന്നാൽ ദൈവത്തിന്റെ പക്കലുള്ളത് ഏറ്റവും വലിയത് നൽകി ദൈവം നിന്നെ മാനിക്കും. വാഗ്ദത്തം കേട്ട് ഇറങ്ങി തിരിച്ച എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ഏറ്റവും വലിയ ശുശ്രൂഷ ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളിലൂടെയും പുറത്തു വരും. ഇന്ന് ഈ പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എനിക്കറിയാം ഞാൻ സംസാരിക്കുന്നത് ശുശ്രൂഷകന്മാരോടത്രേ, ഞാൻ സംസാരിക്കുന്നത് ശുശ്രൂഷകരോടത്രേ, ഇതിനകത്തുറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കർത്താവിന് വേണ്ടി നിൽക്കേണ്ടവരോടത്രേ ഈ രാത്രിയിൽ ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് വിളിച്ചു പറയട്ടെ, നിങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ ശുശ്രൂഷ
യേശുവിൻ നാമത്തിൽ നിങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ ശുശ്രൂഷ, നിങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ ശുശ്രൂഷ, നിങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠകരമായ ശുശ്രൂഷ കർത്താവ് പുറത്തു കൊണ്ടുവരും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങൾ ഈ വൈകിയ വേളയിൽ ഈ ശബ്ദം കേട്ട് ഇരിക്കത്തില്ല. ആമേൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഈ രാത്രിയിൽ ഉണ്ടാകത്തില്ല. പുറത്തു വരേണ്ടത് ഏറ്റവും വലിയതാണ്, പുറത്തു വരേണ്ടത് ഏറ്റവും വലിയതാണ്, പുറത്തു വരേണ്ടത്, ഓ സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, എന്തെങ്കിലുമല്ല, ഏതെങ്കിലുമല്ല, അങ്ങനെ ഒഴിവാക്കി കളയാനുള്ള എന്തെങ്കിലുമല്ല, പുറത്തു വരുവാനുള്ളത് ഏറ്റവും വലിയതായതുകൊണ്ട്. ആമേൻ, ഹല്ലേലൂയ. പുറത്തു വരുവാനുള്ളത് ഏറ്റവും വലിയതായതുകൊണ്ട്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ സ്തോത്രം വളരെ ഭക്തനായ അനുഗ്രഹീതനായ ഒരു മനുഷ്യന്റെ മരണവപ്രാളത്തോടുള്ള നിലവിളിയുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാനായി കഴിയും. ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ കൂർത്തുമൂർത്ത കരിങ്കല്ലുകൾ വന്ന് പതിച്ച് ആ ഉണ്ടാകുന്ന മുറിവിലൂടെ ചോർന്ന് വാർന്ന് ആന്തരികമായി രക്തസ്രവം ഉണ്ടായി ഉയരത്തിലേക്ക് നോക്കി സ്വർഗം തുറന്ന് പിതാവിന്റെ മഹത്വത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന പുത്രൻ തമ്പുരാനെ കാണുന്ന ഒരു മനുഷ്യൻ. വേദനയാണ് അവിടെ, കഠിനതയാണ് അവിടെ, കണ്ണുനീരാണ്. ആമേൻ. ആ അധ്യായം നിറഞ്ഞു നിൽക്കുന്ന ശക്തനായ ഒരു മനുഷ്യൻ. ആമേൻ, സ്തോത്രം. ഞാൻ പറയും, ആ അധ്യായം നിറഞ്ഞു നിൽക്കുന്ന ശക്തൻ സ്തെഫാനോസ് അല്ല, കല്ലെറി കൊണ്ട അവനല്ല. ആമേൻ. കല്ലെറിയുവാൻ അനുവാദം കൊടുത്ത് വസ്ത്രം സൂക്ഷിച്ചിരുന്ന മറ്റൊരുത്തൻ അവിടെയുണ്ട്. ആമേൻ. എന്തുകൊണ്ടാണ് 7-ാം അധ്യായത്തിൽ തൊടാത്തതെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ശൗലിനെ 7-ാം അധ്യായത്തിൽ പൗലോസാക്കി മാറ്റാത്തതെന്ന് ചോദിച്ചാൽ, പൗലോസിലൂടെ പുറത്തു വരുവാനുള്ളത് വലിയതായതുകൊണ്ട് ദൈവം ആ കാത്തിരിപ്പിന് സ്തോത്രം പിന്നെയും അവധി വെച്ചു. സഭയുടെ കാത്തിരിപ്പിന് പിന്നെയും അറുതി വെച്ചു. ആമേൻ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പഴയ നിയമത്തിൽ ശെഖരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, എന്നെ തൊടുന്നവൻ, സ്തോത്രം, നിന്നെ തൊടുന്നവൻ എന്റെ കൺമണിയെ തൊടുന്നു, എന്റെ കൺമണിയെ തൊടുന്നു. ആമേൻ. സർവശക്തനായ ദൈവത്തിന്റെ കൺമണിയെ തൊട്ടിട്ടും ദൈവം കണ്ണ് തിരുമ്മി മാറി നിന്നെങ്കിൽ, ആമേൻ, വലിയത് പൗലോസിലൂടെ ദൈവത്തിന് ചെയ്തെടുക്കും. ഓ യെസ്, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൺമണിയെ തൊട്ടിട്ട് കണ്ണ് കലകി ദൈവം മാറി നിന്നിട്ടുണ്ടെങ്കിൽ വലിയത് പൗലോസിലൂടെ കർത്താവിന് ചെയ്തെടുക്കുവാനുണ്ട്. സഭയുടെ കാത്തിരിപ്പ് വീണ്ടും നീണ്ടുപോയെങ്കിൽ, ആമേൻ, സ്തോത്രം. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഇനിയും കാത്തിരിക്കണമോ, ഇനിയും മുൻപോട്ട് പോകണമോ? സ്തോത്രം. എനിക്കറിയത്തില്ല. എൻ്റെ പ്രാർത്ഥന ഇപ്പോൾ തന്നെ വിടുതലാകട്ടെ എന്ന, ഇപ്പോൾ തന്നെ അത്ഭുതം സംഭവിക്കട്ടെ എന്ന, ഇപ്പോൾ തന്നെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ എന്ന, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ചിലരോട് ദൈവം പറയും, സമയമായിട്ടില്ല. സ്തോത്രം, ആമേൻ. സ്തെഫാനോസിന്റെ ശവം സ്തോത്രം വലിച്ചുകൊണ്ട് പോയപ്പോഴും സ്തോത്രം ദൈവം സഭയോട് പറഞ്ഞു, സമയമായിട്ടില്ല, വെയിറ്റ് ചെയ്യ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ബാല്യക്കാരനെ അല്ല, ശക്തനായ ഒരുവനെ ഞാൻ തരാൻ പോകും. ഓ റീഥാന ഷാഖ, ആമേൻ. വസ്ത്രം സൂക്ഷിക്കുന്ന ബാല്യക്കാരനെ അല്ല, അധികാരികളുടെ സമ്മതപത്, ഓ ആരാധന പട്ടണങ്ങളെ പിടിച്ചടക്കുന്ന, രാജ്യങ്ങളെ കീഴടക്കുന്ന, കുടുംബങ്ങളെ വിടുവിക്കുന്ന, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കുന്ന ശക്തനെ പുറത്തു കൊണ്ടുവരുവാൻ അല്പം കൂടെ കാത്തിരിക്കെ. ഓ ആമേൻ. വസ്ത്രം സൂക്ഷിക്കുന്നവനല്ല, ഈ പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, വസ്ത്രം സൂക്ഷിക്കുന്നവനല്ല, അവൻ അധികാരപത്രമുള്ളവന്, ഓ ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. അധികാരമുള്ളവരെ നിന്റെ കാത്തിരിപ്പ് എന്തിനെന്ന് ചോദിച്ചാൽ, ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, അധികാരമുള്ളവന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ, നിന്റെ കുടുംബത്തിൽ നിന്ന് അധികാരമുള്ളവരെ, നിന്റെ കുടുംബത്തിൽ നിന്ന് ശക്തന്മാരെ നിന്നെ ശക്തനായി എഴുന്നേൽപ്പിക്കൂ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, സ്തോത്രം. ഒന്നാമതായി ആ 2 വാക്യങ്ങളിൽ കാണുവാൻ കഴിയും, വാഗ്ദത്തം വലുതാണ്. രണ്ടാമതായി വാഗ്ദത്തത്തിന്റെ പ്രത്യേകത എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് ഭക്തൻ പ്രാപിച്ചെടുക്കുന്ന വാഗ്ദത്തത്തിന്റെ പ്രത്യേകത എന്താണ്? രണ്ടാമതായി പറയുന്നു, അതെ, ദൈവത്തിന്റെ പുത്രൻ അഥവാ ദൈവത്തിൽ നിന്നുള്ളത് എന്ന് അറിയപ്പെടും. ആമേൻ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് നിങ്ങൾ പ്രാപിച്ചെടുക്കുന്നത് മുഖാന്തരം, അല്ലെങ്കിൽ നിങ്ങൾ പ്രാപിച്ചെടുക്കുന്നത് അത് ദൈവത്തിൽ നിന്നുള്ളത് എന്ന് അറിയപ്പെടും. ആമേൻ. അതിനൊരു പേരുണ്ടായിരിക്കും. ഹല്ലേലൂയ.
സ്തോത്രം. നിങ്ങൾ പ്രാപിച്ചെടുക്കുന്നത് ദൈവം തന്നതാണെന്ന് ദേശം പറയും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി അതെങ്ങനെയോ മഴയത്ത് തോട്ടിൽ കൂടെ ഒഴുകിപ്പോയപ്പോൾ കിട്ടിയതല്ല, നീ പ്രാപിച്ചെടുത്തത് അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതെന്ന് ദേശം പറയുവാൻ തക്കവണ്ണം, നിന്നെ അറിയുന്നവർ പറയുവാൻ തക്കവണ്ണം, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി, നിന്റെ കണ്ണുനീരിന്റെ മറുപടിയായി, നിന്റെ നിലവിളിയുടെ മറുപടിയായി എന്നെ ദൈവം തന്നു എന്ന് പറയുവാൻ തക്കവണ്ണം അവന്റെ മഹത്വം മറ്റാരിലും ചെന്നെത്തുവാൻ ഇടവരാത്ത വിധത്തിൽ യേശുവിൻ നാമത്തിൽ ദൈവത്തിൽ നിന്നുള്ളത്, ദൈവത്തിൽ നിന്നുള്ളത്, അതെ ദൈവത്തിൽ നിന്നുള്ളത്, ദൈവത്തിൽ നിന്നുള്ള ഒരു അഭിഷേകം, ദൈവത്തിൽ നിന്നുള്ള ഒരു ശുശ്രൂഷ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഭക്തൻ പ്രാപിച്ചെടുക്കുന്നതിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, സ്തോത്രം, ദൈവത്തിൽ നിന്നുള്ളതെന്ന് അത് അറിയപ്പെടും. ആമേൻ. ദൈവത്തിൽ നിന്നുള്ളതെന്ന് അത് അറിയപ്പെടുവാൻ, സ്തോത്രം, ചുമ്മാതെ അങ്ങനെയൊന്നും അത് അറിയപ്പെടത്തില്ല. നോക്കൂ, ന്യായാധിപന്മാരുടെ പുസ്തകം നിങ്ങൾ പരിശോധിക്കുമ്പോൾ 6-7 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ ശക്തനായ ഒരു ന്യായാധിപന്റെ ഉദയം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അബിയേസ്രിയനായ, സ്തോത്രം, ആമേൻ, യോവാശിന്റെ മകൻ ഗിദയോൻ, സ്തോത്രം, ആമേൻ. ഗിദയോൻ മുന്തിരി ചക്കിൽ, സ്തോത്രം, സ്തോത്രം, മുന്തിരി ഗോതമ്പ് ചക്കിൽ വെച്ച്, സ്തോത്രം, അതിന്റെ ചാറ്, സ്തോത്രം, അത് പൊടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, സ്തോത്രം, ദൂതൻ ഇറങ്ങി വരികയാണ്. എന്തിനാണ്? സ്തോത്രം, ഒരു വലിയ പദ്ധതിയിലേക്ക്, ഒരു വലിയൊരു പ്രവൃത്തിയിലേക്ക് ദൈവം മനുഷ്യനിടയിൽ ചെയ്യുവാൻ പോകുന്ന, ദൈവജനത്തിനിടയിൽ ചെയ്യുവാൻ പോകുന്ന വലിയൊരു പ്രവൃത്തിയിലേക്ക് വലിച്ചു കൊണ്ട് പോകുവാൻ വേണ്ടി. ആമേൻ, സ്തോത്രം. ആമേൻ. ആ ഭാഗം, സ്തോത്രം, 6-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ മതി. 12-ാമത്തെ വാക്യത്തിലാണ് ദൂതൻ വരുന്നത്. അതൊരു വൈരുദ്ധ്യം നിറഞ്ഞൊരു ഭാഗമാണ്. ആമേൻ, സ്തോത്രം. മുന്തിരി ചക്കിന്റെ അടുക്കൽ വെച്ചിട്ട്, അല്ലെങ്കിൽ മുന്തിരി ചക്കിലിട്ട് ഗോതമ്പ് പൊടിക്കുന്ന ഒരു മണ്ടൻ എന്ന് വേണമെങ്കിൽ പറയാം. ആമേൻ. മുന്തിരി, സ്തോത്രം, ആമേൻ, വെള്ളം പോലത്തെ സാധനമാണ്, അല്ലേ? സ്തോത്രം, നമുക്കറിയാമല്ലോ. ആമേൻ. വെള്ളം പോലത്തെ സാധനം, സ്തോത്രം, സ്തോത്രം, അതിൽ നിന്ന് ചാറ് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഉപകരണമാണ് ആവശ്യം. ആമേൻ. പക്ഷെ ഗോതമ്പ് നല്ല കടുപ്പമുള്ള സാധനമാണ്. ഗോതമ്പ് പൊടിച്ചെടുക്കണമെങ്കിൽ വേണ്ട സാധനം വേറെയാണ്. ആമേൻ, സ്തോത്രം. പക്ഷേ ഇവിടെ, സ്തോത്രം, മുന്തിരി ചക്കിന്റെ അടുക്കൽ, അല്ലെങ്കിൽ മുന്തിരി ചക്കിൽ വെച്ച് ഗോതമ്പ് പൊടിച്ചു കൊണ്ടിരിക്കുന്ന ഒരുത്തൻ. ആമേൻ, സ്തോത്രം. മൊത്തം വൈരുദ്ധ്യമാണ്. ആമേൻ. മൊത്തം പ്രശ്നങ്ങളാണ്. 6-ാം അധ്യായം തുടക്കത്തിൽ വായിച്ചു കഴിഞ്ഞാൽ മുഴുവൻ പ്രശ്നമാണ്. മിദ്യാനിയർ വരും, ആമേൻ, കിഴക്ക് ദേശക്കാർ വരും, എല്ലാവരും കൂടെ വന്നിട്ട് പ്രശ്നത്തോട് പ്രശ്നമാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ പ്രശ്നത്തോട് പ്രശ്നം, വൈരുദ്ധ്യത്തോട് വൈരുദ്ധ്യം, ആകപ്പാടെ കുഴപ്പം പിടിച്ച ഒരു സമയം, ആകപ്പാടെ കുഴപ്പം പിടിച്ച, ഇന്ന് ഈ വൈകിയവേളയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ ആകപ്പാടെ കുഴപ്പം പിടിച്ച സമയം. ആമേൻ. പ്രശ്നത്തോട് പ്രശ്നം, വൈരുദ്ധ്യത്തോട് വൈരുദ്ധ്യം. ഒരിക്കൽ ചിന്തിക്കും, ആമേൻ, ഇതെല്ലാം ശരിയായി. കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കും, ഒന്നും ശരിയായിട്ടില്ല. അങ്ങോട്ട് മാറി നിന്ന് ചിന്തിക്കും, എല്ലാം ശരിയായോ? പോയി ഇരുന്നിട്ട് ചിന്തിക്കും, ഇല്ല, ഇത് ശരിയായിട്ടില്ല. ഇങ്ങനെ വൈരുദ്ധ്യം നിറഞ്ഞ അനുഭവം. ആ അനുഭവത്തിലായിരിക്കുന്ന ഗിദയോൻ, ദൈവത്തിന്റെ പദ്ധതിക്കായി ഗിദയോൻ ഇറക്കപ്പെടുന്നു. ഗിദയോൻ ഒരു വലിയ സൈന്യത്തെയും കൊണ്ട് മിദ്യാന്യരെ തകർക്കുവാൻ വേണ്ടി പോവുകയാണ്. ദൈവം ഉടനെ ഗിദയോനെ കൈകൊട്ടി വിളിച്ചു, ഗിദയോനെ നിൽക്ക്, ഞാൻ നിന്നെ വിളിച്ചു, അതൊക്കെ ശരി തന്നെയാണ്. ആമേൻ. അപ്പോൾ ഗിദയോനും പറഞ്ഞു, ശരിയാണ് ദൈവമേ, ഞാൻ അറിഞ്ഞു, നമ്മൾ ഒരുപാട് മത്സരമൊക്കെ നടത്തി, ഞാനത് നീയാണ് എന്നെ വിളിച്ചതെന്ന് തീരുമാനിച്ച്, അല്ലെങ്കിൽ അറിഞ്ഞ് ഉറപ്പിച്ചതാണല്ലോ. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ഓക്കെ, ഞാനിതാ ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ ദൈവം പറഞ്ഞു, സ്തോത്രം, നിന്റെ കൂടെയുള്ള ഇത്രയും പേരൊന്നും വേണ്ട. ആമേൻ, സ്തോത്രം. ആദ്യം ഗിദയോൻ കേട്ടത് ഇങ്ങനെയായിരിക്കും, ഇത് പോരാ എന്ന് ദൈവം പറയുന്നു എന്ന്. പക്ഷേ ദൈവം വ്യക്തമായി പറയുന്നു, ഇത്രേന്റെ ഒന്നും ആവശ്യം ഇല്ല, ഇത്രേന്റെ ഒന്നും ആവശ്യമില്ല. നായ് നക്കി കുടിക്കുന്നത് പോലെ നക്കി കുടിക്കുവാൻ നിൽക്കുന്ന ഒരു 300 എണ്ണത്തിന് മതി. ആമേൻ, സ്തോത്രം. ഒരു വലിയ സൈന്യമാണ് ഗിദയോനൊപ്പം ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ദൈവം ആ സൈന്യത്തെ കട്ട് ചെയ്ത് 300-ൽ എത്തിച്ചത്? കാരണം ദൈവം അവിടെ വ്യക്തമായി പറയുന്നു, ഞാൻ എൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. ആമേൻ. നിന്റെ കൈ നിന്നെ രക്ഷിച്ചു എന്ന് പറയാതിരിക്കുവാൻ, നിന്റെ നാവ് കൊണ്ട് നീ ശുശ്രൂഷിക്കുന്നു എന്ന് നിന്റെ കഴിവ് കൊണ്ട്, നിന്റെ ബുദ്ധി കൊണ്ട്, നിന്റെ കാര്യപ്രാപ്തി കൊണ്ട് നീ ചിലത് നേടിയെന്ന് പറയാതിരിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെതെന്ന് അറിയപ്പെടുവാൻ, ദൈവത്തിൻ്റെതെന്ന് അറിയപ്പെടുവാൻ. സ്തോത്രം. എണ്ണം കുറഞ്ഞു. ഓ സ്തോത്ര, ആമേൻ സ്തോത്ര. എനിക്ക് തോന്നുന്നു 30,000-ൽ തുടങ്ങി 20,000, 10,000-മായി. ആമേൻ. എണ്ണം കുറഞ്ഞു വരിക. ആമേൻ സ്തോത്രം. എണ്ണം കുറഞ്ഞു വരുമ്പോൾ കർത്താവ് പറയുക, ആമേൻ, ഇത് എന്നിൽ നിന്നുള്ളതെന്ന് ലോകം അറിയണം. ആമേൻ സ്തോത്രം. ഇത് എന്നിൽ നിന്ന് വന്നു എന്ന്, ജയം എന്നിൽ നിന്ന് വന്നു എന്ന്, ശത്രു കീഴടക്കപ്പെട്ടത് എന്നിലൂടെ എന്ന് ലോകം അറിയേണ്ടതിനായി കട്ട് ചെയ്യേണ്ടതിനെ കട്ട് ചെയ്യുക. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ചിലതിനെ ദൈവം കട്ട് ചെയ്യുന്നത്, ചിലതിനെ ദൈവം മാറ്റി നിർത്തുന്നത്, നിന്നെ കൺഫ്യൂഷനിലാക്കുന്നത്, നിന്നെ ഭയപ്പെടുത്തുന്ന യേശുവിൻ നാമത്തിൽ ചിലതിനെ വലത്തുനിന്നും ഇടത്തുനിന്നും മുൻപിൽ നിന്നും ബേക്കിൽ നിന്നും കട്ട് ചെയ്ത് നീക്കുന്നത് മഹത്വം വേറെ പോകാതിരിക്കാൻ വേണ്ടി. ആമേൻ ഹല്ലേലൂയ. മഹത്വം കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. ആമേൻ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആ ഭയം കടന്നു വന്നത്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. എല്ലാം ശരിയായി, എല്ലാം നന്നായിരിക്കുമ്പോഴാ എല്ലാം റെഡിയായി. ഇനി വിസ വന്നാൽ മതി, കയറിപ്പോയാൽ മതി, എല്ലാം ശരിയായി. പെട്ടെന്ന് എല്ലാം നടക്കാതെ വരുന്നു. ഭയം. പിന്നെ കൺഫ്യൂഷനാണ്. അവർ വിചാരിച്ചാൽ കൊണ്ടുപോകുമോ, ഇവർ വിചാരിച്ചാൽ നടക്കുമോ, അങ്ങനെ നടക്കുമോ, വിവാഹം എങ്ങനെ നടക്കും. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാണും. ഗിദെയോനും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടു. ആമേൻ. സ്വപ്നജീവികളെ ദൈവത്തിന് ആവശ്യമില്ല. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് ആമേൻ പ്രവർത്തിക്കുവാൻ ശക്തിയുണ്ട്. നീ നിന്ന് കൊടുക്കുവാൻ തയ്യാറായാൽ മാത്രം മതി. ആമേൻ. ഈ പകലിലും ഗിദെയോന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരാക്രമശാലിയേ എന്ന് വിളിച്ച് ഇറങ്ങി വന്ന സർവശക്തനായ ദൈവത്തിന്റെ ദൂതന്റെ ശബ്ദം ഇന്ന് രാത്രിയിലും കേട്ടുകൊണ്ടേ ഇരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. മുന്തിരി ചക്കിന് ആ സ്തോത്രം അടുക്കിൽ വച്ച് ഭയന്ന് ഗോതമ്പ് പൊടിച്ചവൻ ധീരനായി ബലവാനായി മാറിയെങ്കിൽ ഈ പകലിലും കേൾക്ക്. ആമേൻ. സൈന്യ ബലം കൊണ്ട് നീ ബലവാനായി മാറുമെന്നല്ല, നിനക്കൊപ്പം നിൽക്കുന്നവരുടെ പേര് പറഞ്ഞ് നീ ബലവാനായി മാറുമെന്നല്ല, കട്ട് ചെയ്യേണ്ടവരെ കട്ട് ചെയ്ത് മാറ്റിവിടേണ്ടവരെ മാറ്റിവിട്ട്. ഹല്ലേലൂയ. കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും, ഭയമൊക്കെ ഉണ്ടാകും. പേടിക്കാൻ നിൽക്കരുതേ. ആമേൻ സ്തോത്രം. ആ സ്തോത്രം. പ്രിയ സഹോദരി പോലും പേടിച്ചു പോയി. ഇതെന്തൊരു വന്ദനം. ആമേൻ. ഇതെന്തൊരു വന്ദനം. കൃപ ലഭിച്ചവളേ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞപ്പോ ഒരുത്തിയുടെ കിളി പോയി, പേടി വന്നു. ആമേൻ. ദൈവശബ്ദം ചിലപ്പോൾ നിന്നെ പേടിപ്പിക്കും. ആമേൻ. ദൈവ സാന്നിധ്യം ചിലപ്പോൾ നിന്നെ പേടിപ്പിക്കും. ഇന്ന് നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവ സാന്നിധ്യം, ദൈവിക പദ്ധതി നിന്നെ പേടിപ്പിക്കും. 30,000 20 ആകുമ്പോൾ നീ പേടിക്കും. 20 10 ആകുമ്പോൾ പേടിക്കും. 10 300 ആകുമ്പോൾ പേടിക്കും. കേൾക്ക്. ഓ സ്തോത്രം. ആ വലിയ കൂട്ടമല്ല, നിനക്ക് ജയം കൊണ്ടുവരുന്ന സർവശക്തനായൊരു ദൈവം. അവന്റെ പേര് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ സ്തോത്രം. അബ്രഹാമിനോട് നിങ്ങൾ ചോദിക്കുക, അബ്രഹാമേ സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ പ്രാപിച്ച ദൈവത്തിൽ നിന്നുള്ളതെന്ന് അറിയപ്പെടുന്നതിന്റെ പ്രത്യേകത എന്താണ്? അബ്രഹാം പറയും അത് ചിരിയാണ്. ആമേൻ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അബ്രഹാം പറയും അത് ചിരിയാണ്. ദൈവം തന്നത് ചിരിയാണ്, ദൈവം തരുന്നത് ചിരിയാണ്. ഇന്ന് ഈ വൈകിയ വേളയിലും നിങ്ങളുടെ മധ്യത്തിൽ സന്തോഷത്തോടെ നിൽക്കുവാൻ ദൈവം എന്നെ പ്രാപ്തനാക്കിയത് ആ ചിരി ഈ ക്രിയിൽ തന്നതുകൊണ്ടാ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ചിരി തന്നത് ദൈവമാ. ആമേൻ ഹല്ലേലൂയ. അതെന്തിന്റെങ്കിലും പിന്നിൽ നിന്ന് വരുന്നതല്ല, നിങ്ങൾ എത്ര പേര് ഇരിക്കുന്നത് കൊണ്ട് വരുന്നതല്ല, മൈക്കുള്ളത് കൊണ്ട് വരുന്നതല്ല, ഈ സൗണ്ട് സിസ്റ്റം ഉള്ളത് കൊണ്ട് വരുന്നതല്ല, ആരൊക്കെയോ ചില ദിവസങ്ങൾക്കകത്ത് തന്നെ കേൾക്കാൻ പോകുന്നു അതുകൊണ്ട് വരുന്നതല്ല. കേൾക്കണമേ, ദൈവം തരുന്നത് ചിരിയാണ്. അത് ദൈവത്തിൽ നിന്നുള്ളതെന്ന് കേൾക്കുന്നവർ നിശ്ചയമായും തിരിച്ചറിയുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആമേൻ സ്തോത്രം. അബ്രഹാം പറയും അത് ചിരിയാണ്. അബ്രഹാമിനോട് കൂടെ നിൽക്കുന്നവർ പറയും അത് ചിരി വരുത്തുന്നതാണ്. ഹല്ലേലൂയ. ദൈവമാണ് സ്തോത്രം നിന്റെ ജീവിതത്തിൽ നിനക്ക് ചിലത് തരുന്നതെങ്കിൽ സ്തോത്രം അത് ദൈവത്തിൽ നിന്നുള്ളതെന്ന് പറയപ്പെടും. അഥവാ അത് ചിരി നിന്റെ ജീവിതത്തിൽ വരുത്തും. ആമേൻ സ്തോത്രം. ഇന്നലകളിൽ നിന്നെ നോക്കി ചിരിച്ചവരുടെ മുമ്പിൽ നീ ചിരിക്കുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഇന്നലകളിൽ ഒരു വലിയ കൂട്ടം നിന്നെ നോക്കി ചിരിച്ചു. ആമേൻ. നീ കരയാൻ തുടങ്ങി. താങ്ക് യു ലോർഡ്. ചിലരുടെ മുഖത്ത് ചിരി വരുമ്പോ നീ കരയാൻ തുടങ്ങും. ചിലരുടെ മുഖത്ത് ചിരി വരുമ്പോ നിന്റെ കണ്ണ് നിറയാൻ തുടങ്ങും. കേൾക്ക് സ്തോത്രം. ഇനി നീ ചിരിക്കും. ഓ റീധാന ശാഖാരത്തിനെ അവർ കരയുന്നോ ചിരിക്കുന്നോ അതെന്റെ വിഷയമല്ല. ഇനി നീ ചിരിക്കും. കാരണം ദൈവത്തിൽ നിന്നുള്ളത് നിന്നെ ചിരിപ്പിക്കും. നിന്റെ മുഖത്തിന്റെ ഭാവം മാറുക. നിന്റെ ഓ റീധാന ഇന്ന് ഈ വൈകിയ വേള എന്തിനെന്ന് ചോദിച്ചാൽ നീ ചിരിയോടെ മടങ്ങി പോകുവാൻ വേണ്ടിയാ. ദൈവ സാന്നിധ്യത്തിൽ നീ സന്തോഷിക്കുവാൻ. ഓ റീധാന ശാഖാരകന ദീപൽ ബൗഡ ശന്ധോർഗന യേശുവിൻ നാമത്തിൽ മാഞ്ഞുപോയ ചിരികൾ തിരികെ വരിക. ഓ
താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. പല വ്യക്തികളിൽ നിന്നും മാഞ്ഞുപോയ ചിരികൾ തിരികെ വരിക, പലരിൽ നിന്നും മാഞ്ഞുപോയ ചിരി തിരികെ വരിക, നിന്നെ കരയിപ്പിച്ചവരുടെ മുമ്പിൽ ചിരി തിരികെ വരിക. ഓ യെസ്, യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം തന്ന് കർത്താവ് നിന്നെ ചിരിപ്പിക്കുവാൻ പോകുക. അനുഗ്രഹിക്കപ്പെട്ട ഭവനം തന്ന്, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ തന്ന് കർത്താവ് നിന്നെ ചിരിപ്പിക്കുവാൻ പോകുക. അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ തന്ന് കർത്താവ് നിന്നെ ചിരിപ്പിക്കും. ഓ റീധാര ശഖാരതരെ ഷന്ധാരകന. ചിലർ വാശി പിടിച്ചിരിക്കുക, ചിരിക്കത്തില്ല. പക്ഷെ കർത്താവ് പറയും, ഞാൻ ചിരിപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ. ചിരിക്കാത്ത ചിലരെ ചിരിപ്പിക്കുവാൻ, ചിരി മറന്നുപോയ ചിലരെ ചിരിപ്പിക്കുവാൻ ദൈവത്തിൽ നിന്നുള്ളത് ഈ വൈകിയ വേളയിൽ വരിക. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മൂന്നാമതായി സ്തോത്രം, ദൈവത്തിൽ നിന്നുള്ളതിന്റെ പ്രത്യേകത ഈ വിധത്തിൽ കാണുവാൻ കഴിയും. സ്തോത്രം, അവസാനം ഉണ്ടാകാത്തത്. ആമേൻ. ആ രണ്ട് വാക്യങ്ങളെ ബേസ് ചെയ്താണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൽ നിന്നുള്ളത് കൃപ ലഭിച്ചവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ലഭ്യമാകുന്നത് അതിന് അവസാനം ഉണ്ടാകത്തില്ല. അഥവാ ശത്രുവിന് അത് കവർന്നെടുക്കുവാനും കൈവശമാക്കുവാനും കഴിയത്തേ ഇല്ല. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ കാണുന്ന കാണാത്ത ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ നിന്നും പലതും കവർന്നെടുത്ത, നിന്റെ സന്തോഷങ്ങളെ കവർന്നെടുത്ത, നിന്റെ സമാധാനത്തെ കവർന്നെടുത്ത, നിന്റെ നല്ല സമയത്തെ കവർന്നെടുത്ത, നിന്റെ ആരോഗ്യത്തെ കവർന്നെടുത്ത, നിന്റെ സ്തോത്രം യൗവനത്തെ കവർന്നെടുത്ത ആ ശത്രുവിനെ കവർന്നെടുക്കുവാനും കൈവശമാക്കുവാനും കഴിയാത്തത് എൻ്റെ കർത്താവ് ഇന്ന് നിന്റെ ജീവിതത്തിൽ തരും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, ശത്രുവിന് അത് കവർന്നെടുക്കുവാൻ കഴിയത്തില്ല. ചിലർക്ക് ദേഷ്യം വന്നാൽ അത് പോകത്തില്ല. ആമേൻ, സ്തോത്രം. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ചിലർക്ക് ദേഷ്യം വന്നാൽ അത് പോകത്തില്ല. ആമേൻ, സ്തോത്രം. പലർക്കും ലഭിക്കുന്നത് വേറെ ചിലർ വിചാരിച്ചാൽ അത് നഷ്ടപ്പെട്ടു പോകും. ചിലർ ദേഷ്യപ്പെട്ടാൽ, ചിലർ കോപിച്ചാൽ, ചിലർക്ക് സങ്കടം വന്നാൽ, ചിലർക്ക് ടെൻഷൻ വന്നാൽ, ആമേൻ, നമുക്ക് കിട്ടിയത് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ദൈവത്തിൽ നിന്ന് വരുന്നതിന് ആ ഒരു അവസാനം ഉണ്ടാകത്തേ ഇല്ല. ആരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അത് നീണ്ടുപോകുകയോ ചുരുങ്ങി പോകുകയോ ചെയ്യത്തില്ല. ദൈവത്തിന്റെ കൃപയാൽ അതിന് അവസാനം ഉണ്ടാകത്തേ ഇല്ല. നിന്റെ കാത്തിരിപ്പ് വെറുതെ അല്ല. അവസാനം ഉണ്ടാകാത്തത് നിന്റെ ജീവിതത്തിൽ നൽകി എൻ്റെ ദൈവം നിങ്ങളെ മാനിക്കും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് കൈവശമാക്കുവാൻ, അതിനെ അവകാശമായി പിടിച്ചെടുക്കുവാൻ ഒരു ശത്രുവിനും കഴിയത്തേയില്ല. നോക്കൂ, ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 16 1-ാമത്തെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ ആരാധിച്ച് കാനന മധ്യത്തിലായിരിക്കുന്ന ദാവീദ് എന്ന ഇടയ ചെറുക്കന് ദൈവത്തിന്റെ കൃപ ലഭിക്കുകയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന, എന്നെക്കാൾ ബൈബിൾ വായിച്ചിട്ടുള്ള നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ, നിങ്ങൾ കള്ളം പറയുകയാണ്. ദാവീദിന് കൃപ ലഭിച്ചു എന്ന് 16-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. 16-ാം അധ്യായത്തിൽ കൃപ ലഭിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കൃപയാണ്, ദാവീദിന് ലഭിച്ച ഈ കൃപയാണ് ലോകത്തിലെ അപ്പന് കൊടുക്കുവാൻ കഴിയാത്ത സിംഹാസനം ദാവീദിന് കൊടുക്കുമാറാക്കിയത്. ആമേൻ, യേശുവിൻ നാമത്തിൽ. ദൈവത്തിൽ നിന്ന് ദാവീദിന് ലഭിച്ച കൃപയാണ് അപ്പന് കൊടുക്കുവാൻ കഴിയാത്തത്. ഈ ഭൂമിയിൽ തന്നെ ജനിപ്പിച്ച ഈശായിക്ക് തന്റെ പേര് കൊണ്ടോ പെരുമ കൊണ്ടോ പ്രശസ്തി കൊണ്ടോ കൊടുക്കുവാൻ കഴിയാത്തത് ഉയരത്തിലെ അപ്പൻ നൽകി ദാവീദിനെ മാനിക്കുവാൻ ഇടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ അപ്പൻ തരുന്നതോ, നിങ്ങളുടെ അമ്മ തരുന്നതോ, അമ്മ വഴിക്കോ അപ്പൻ വഴിക്കോ, അതേ പാരമ്പര്യമായോ നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും വച്ചിട്ടല്ല. ദൈവം, സ്വർഗത്തിലെ ദൈവം കൃപ ലഭിച്ച നിനക്ക് നൽകി നിന്നെ മാനിക്കുവാൻ പോകുക. ആമേൻ. നിന്റെ മാതാപിതാക്കൾ കണ്ടിട്ടില്ലാത്തത് നീ കണ്ട് ദൈവത്തെ സ്തുതിക്കും. ഓ റീധാര ശഖാരതരെ ഷന്ധാരകന. നിന്റെ മാതാപിതാക്കൾ കേട്ടിട്ടില്ലാത്തത് നീ കേൾക്കുന്നുണ്ടെങ്കിൽ, നിന്റെ മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ലാത്തത് നീ അറിയുന്നുണ്ടെങ്കിൽ, അവർക്ക് പ്രാപിക്കുവാനും അവർക്ക് കാണുവാനും കഴിയാത്തത്, ഓ രാധാനാശ, ഹല്ലേലൂയ, നിന്റെ മാതാപിതാക്കൾക്ക് തരുവാൻ കഴിയാത്തത്, നിന്റെ മാതാപിതാക്കൾക്ക് നിനക്ക് തരുവാൻ കഴിയാത്തത് നീ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന കുഞ്ഞുമക്കളെ, പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ കൂട്ടുകാരെ കാണുമ്പോൾ, നിങ്ങളുടെ പ്രിയ സ്നേഹിതന്മാരെ, അവരുടെ റിച്ച് ആയിട്ടുള്ള ലൈഫ് കാണുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ആമേൻ. ഒരു പക്ഷേ എൻ്റെ മകൻ ഉൾപ്പെടെ ചിന്തിക്കും, ആമേൻ, എൻ്റെ പപ്പയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക്, ആമേൻ, ഇങ്ങനെയുള്ളതൊന്നും സ്തോത്രം ഞങ്ങൾക്ക് തരുവാൻ കഴിയുന്നില്ലല്ലോ, ഇങ്ങനെയുള്ളതൊന്നും തരുവാൻ കഴിവില്ലാത്തവരാണല്ലോ അവർ. ആമേൻ, ഞങ്ങൾ കഴിവ് കെട്ടവരാണ്. എന്നാൽ നിങ്ങൾക്ക് തരുവാൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവമുണ്ട്. ഞങ്ങൾ കണ്ടിട്ടില്ലാത്തത് നിങ്ങൾക്ക് എൻ്റെ ദൈവം തരും. ആമേൻ. നിങ്ങളുടെ മാതാപിതാക്കൾ കണ്ടിട്ടില്ലാത്തത്, ഓ റീധാര ശഖാരതരെ ഷന്ധാരകന. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയാത്തത്, ഞങ്ങളുടെ ബുദ്ധി എത്താത്തത് നിങ്ങളുടെ ജീവിതത്തിൽ തന്ന് നിങ്ങളെ മാനിക്കുവാൻ ഞങ്ങളുടെ ദൈവം മതിയായവനത്രേ. ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന് ഞങ്ങൾക്ക് തരുവാൻ കഴിയാത്ത റാധിയ ശഖാരതരെ ഷന്ധാരകന ധീബൽ
യേശുവിൻ നാമത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയാത്തത് നിങ്ങളുടെ തലമുറകളെ കൊണ്ട് എന്റെ ദൈവം നേടിപ്പിക്കും. നിങ്ങൾക്ക് എത്തുവാൻ കഴിയാത്തിടത്ത് നിങ്ങളുടെ മക്കൾ ചെന്നെത്ത്. നിങ്ങൾക്ക് നേടുവാൻ കഴിയാത്തത് നിങ്ങളുടെ മക്കൾ നേടും. നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയാത്തത് നിങ്ങളുടെ മക്കൾ പ്രാപിക്കും. നിങ്ങൾക്ക് സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, നിങ്ങളിലേക്ക് എത്താത്തത് നിങ്ങളുടെ മക്കളിലേക്ക് എത്ത. നിങ്ങൾ ചെയ്യാത്ത ശുശ്രൂഷ നിങ്ങളുടെ മക്കൾ ചെയ്യും. നിങ്ങൾ നിൽക്കാത്ത പ്ലാറ്റ്ഫോമുകൾ നിങ്ങളുടെ തലമുറകൾ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ, ആമേൻ. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ ചിലർക്കൊക്കെ സങ്കടം വരും. സ്തോത്രം. നമ്മുടെ മക്കൾ കർത്താവിൻ്റെ വേല ചെയ്യും. നമ്മുടെ മക്കൾ കർത്താവിന് വേണ്ടി നിൽക്കും. നമ്മുടെ മക്കൾ കർത്താവിനെ സ്തോത്രം പാടിയും വചനം സ്തോത്രം പറഞ്ഞും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തും. കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ഒത്തിരി മാതാപിതാക്കൾക്ക് ഇതൊരു സങ്കടമാണ്, ഒത്തിരി മാതാപിതാക്കൾക്ക് അതൊരു വേദനയാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് വേദനയ്ക്ക് കാരണമാകും വിധം ടെൻഷനും സങ്കടവും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിന് ഉത്കണ്ഠയൊന്നുമില്ല. ആമേൻ. ദൈവം പറയും, ഇതിലും വലിയ യോനമാരെ ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതാ. പിന്നെ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. യോനയുടെ ഒക്കെ മുമ്പിൽ നമ്മുടെ പിള്ളേരെ ഒന്നും കൊണ്ടുപോയി നിർത്തരുതേ. അവനൊന്നും നിന്ന നിപ്പല്ല. ആമേൻ, ഹല്ലേലൂയ. നല്ലൊരു പനി വന്നാൽ വാരിക്കൊണ്ടോടുന്ന നമ്മുടെ തലമുറകളെ പിടിക്കാൻ കർത്താവിന് വലിയ പാടൊന്നുമില്ല. ആമേൻ, ഹല്ലേലൂയ. യോനയെ കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയുമെങ്കിൽ, യോനയെ തിരികെ കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയുമെങ്കിൽ, ശൗലിനെ പൗലോസാക്കി മാനസാന്തരപ്പെടുത്തുവാൻ കർത്താവിന് കഴിയുമെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ. മഴ പെയ്താൽ ഓടുന്ന നമ്മുടെ തലമുറകളെ നോക്കി നമ്മൾ ഭാരപ്പെടേണ്ട. എൻ്റെ ദൈവത്തിന് ഈസിയാ. ആമേൻ, ഹല്ലേലൂയ. നിന്റെ തലമുറകൾ ആടും, നിന്റെ തലമുറകൾ പാടും, നിന്റെ തലമുറകൾ നൃത്തം ചെയ്യും, നിന്റെ തലമുറകൾ ദൈവത്തെ സ്തുതിക്കും. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പേര് പറയത്തില്ല. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളട്ടെ. ആമേൻ. ഞങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ശുശ്രൂഷ കുടുംബം. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ ഈ കാലഘട്ടത്തിൽ അനുഗ്രഹീതമായി തൻ്റെ ശുശ്രൂഷ, തൻ്റെ സഭാ പ്രവർത്തനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 മക്കളുണ്ട്, ഒരു മകനുണ്ട്. നല്ലവണ്ണം പഠിക്കുന്ന മകനാണ്. സ്തോത്രം. പഠിക്കുന്നത് കൊണ്ട് തന്നെ ആമേൻ ശുശ്രൂഷക്കാരത്തിയായ അമ്മ പോലും പറഞ്ഞു, ഇവൻ പഠിക്കട്ടെ. ആമേൻ, ഇവൻ പഠിക്കുന്നവനാണ്. ആമേൻ, അവൻ പഠിക്കട്ടെ. അവനെ അങ്ങനെ പഠിപ്പിച്ചു പല സ്ഥലങ്ങളിലും വിട്ട് പഠിപ്പിച്ചു. ആമേൻ, സ്തോത്രം. അപ്പോൾ മാതാപിതാക്കൾ വിചാരിച്ചു ഇവൻ പഠിച്ച് എവിടെയെങ്കിലും എത്തുമായിരിക്കും. ആമേൻ, സ്തോത്രം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂട്യൂബിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവൻ പഠിത്തവും കളഞ്ഞിട്ട് ഓടി വന്ന് ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, പിടിക്കേണ്ടതിനെ എങ്ങനെ പിടിക്കണമെന്ന് ദൈവത്തിന് അറിയാം. ആമേൻ, ഹല്ലേലൂയ. നീ പറഞ്ഞാലും ദൈവം ചിലതിനെ ഒന്നും സ്തോത്രം മാറ്റി നിർത്തത്തില്ല. എൻ്റെ കർത്താവിന് പ്രയോജനപ്പെടുവാൻ തക്കവേണ്ട ചിലത് പാടും, ചിലത് ആടും. നിന്റെ തലമുറകളിൽ ചിലത് പാടും, നിന്റെ തലമുറകളിൽ ചിലത് ആടും, നിന്റെ തലമുറകളിൽ ചിലത് ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കുക. അപ്പോഴും നിനക്കൊപ്പം ഒരു കൂട്ടം കാണും. അയ്യോ അവൻ പാടുന്നു, അയ്യോ അവൻ ആടുന്നു, അയ്യോ അവൻ കോട്ടിടുന്നു, അയ്യോ അവൻ പാൻറ് ഇടുന്നു, അവൻ മുടി നീട്ടി വളർത്തുന്നു. അവൻ മുടി വളർത്തിയാലും, അവൻ പാൻറ് ഇട്ടാലും, അവൻ മുണ്ടെടുത്താലും അവൻ ചാടും, അവൻ തുള്ളും. അവന്റെ നാവിലൂടെ എന്റെ ദൈവത്തിന്റെ നാമം ഉയരും. നിന്റെ തലമുറയെ കുറിച്ച് ഒരിക്കൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ. സ്തോത്രം. ഒരുപക്ഷെ നിനക്കൊപ്പമുള്ളവർ സമ്മതിച്ചു തരത്തില്ല. ഇതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. പോയി പണി നോക്കാൻ പറയ്. ആമേൻ, ഹല്ലേലൂയ. അവൻ പാടും, നിന്റെ തലമുറ പാടും, നിന്റെ തലമുറ നൃത്തം ചെയ്യും, നിന്റെ തലമുറ ദൈവത്തെ മഹത്വം. യേശുവിൻ നാമത്തിൽ, ആമേൻ. താങ്ക് യു ലോർഡ്. യെശയ്യാവിനോട് ചോദിച്ചാൽ യെശയ്യാവ് പറയും, പ്രവാചകന്റെ പുസ്തകം 58:12, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. ആമേൻ, ഹല്ലേലൂയ. ഒരു വലിയ ശൂന്യതയുടെ സ്തോത്രം. ആമേൻ. കടൽ തന്നെ, കടൽ ശൂന്യമല്ലല്ലോ. ആമേൻ, സ്തോത്രം. ശൂന്യാകാശം തന്നെ ഉള്ളവരായി എന്നെ കേൾക്കുന്നത്. ഒരുപാട് ഫില്ലാവാനുണ്ട്. ആമേൻ, സ്തോത്രം. പല ദിവസങ്ങളും ശൂന്യമായിട്ട് കിടക്കുക, പല ഒക്കേഷൻസും ശൂന്യമായിട്ട് കിടക്കുക, പല സന്തോഷത്തിന്റെ അനുഭവങ്ങളും ശൂന്യമായിട്ട് കിടക്കുക. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് പണിതെടുക്കുവാൻ കഴിയാത്ത ആ ശൂന്യതകളെ പണിയുന്ന തലമുറ നിങ്ങൾക്ക് മുൻപിലുണ്ട്. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വൈകിയ വേളയിൽ ഇത് വിളിച്ചു പറയുന്നതിൽ ഒരു അപ്പൻ എന്ന നിലയിൽ എനിക്ക് മടിയില്ല, ഒരു മകൻ എന്ന നിലയിലും എനിക്ക് മടിയില്ല. പല ശൂന്യതകളെയും ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുക. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആ ശൂന്യതകളെ പണിയുന്ന തലമുറകൾ നിനക്ക് മുൻപിലുണ്ട്. നീ വിചാരിച്ചിട്ട് മാറാത്ത ശൂന്യതയെ നിന്റെ തലമുറകൾ മാറ്റും. യേശുവിൻ നാമത്തിൽ സഹോദരി, നിനക്ക് മാറ്റുവാൻ കഴിയാത്ത
ശൂന്യത നിന്റെ തലമുറകളുടെ മാറും. ഓ റാദിയ ശക റദരെ ശന്താർഗന യേശുവിൻ നാമത്തിൽ സഹോദര, നിനക്ക് ചെയ്തെടുക്കുവാൻ കഴിയാത്തത് നിന്റെ തലമുറകൾ ചെയ്തെടുക്കും. ഓ റാദിയ ശക റദരെ പണിതെടുക്കും. ആമേൻ ഹല്ലേലൂയ. പൊളിഞ്ഞു പോയതിനെ അപ്പനപ്പൂപ്പന്മാർക്ക് കെട്ടിപ്പൊക്കുവാൻ കഴിയാത്തതിനെ നിന്റെ തലമുറകൾ കെട്ടിപ്പൊക്കും. ആമേൻ. പിശാചിന് കൊടുക്കാതെ, ശത്രുവിന് കൊടുക്കാതെ. ഓ റീധാര ശക റദരെ ശന്താർഗന യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നോക്കൂ, കൃപ ലഭിച്ച ദാവീദിന് ദൈവം അതുവരെ ആരും ഇരുന്നിട്ടില്ലാത്ത സിംഹാസനം നൽകി. ദൈവം ആരും ഇരുന്നിട്ടില്ലാത്ത സിംഹാസനം നൽകി. എന്നെ കേൾക്കുന്ന കരയുന്ന ഒത്തിരി പേരുണ്ട്, ഇനി കേൾക്കുവാൻ പോകുന്നവരുമുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുക, കരച്ചില. ആമേൻ. സ്തോത്രം. പലരും ചിന്തിക്കാറുണ്ട്, ആമേൻ, ദൈവമേ എന്നാലും കരയുന്ന അവസ്ഥ എനിക്ക് വന്നുവല്ലോ. ആമേൻ. നിങ്ങൾക്ക് പിന്മാറി പോകണമെങ്കിൽ പിന്മാറി പോകുവാനുള്ള ഒരു സൂത്രവാക്യം ഞാൻ പറഞ്ഞു തരാം. ആമേൻ. ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീ, ആമേൻ, ഒന്നാമത് അവൾ പ്രശ്നത്തിലായിരിക്കുക. ആമേൻ. അവൾ വീട്ടിലൊരു സന്തോഷം പ്രതീക്ഷിക്കും. അവളുടെ വീട്ടിന്റെ അപ്പുറത്ത് അവളുടെ ഭർത്താവിന് തന്നെയുള്ള വേറൊരു ഭാര്യ സന്തോഷിക്കും. ആമേൻ. ഹല്ലേലൂയ. അവൾ കൊച്ചിനു വേണ്ടി പ്രാർത്ഥിക്കും. ആമേൻ. അവളുടെ പേര് ഹന്ന എന്നാണ്. അവൾ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കും. അവൾ കുഞ്ഞിനു വേണ്ടി മുട്ടുമടക്കും. അവൾ കുഞ്ഞിനു വേണ്ടി ഉപവസിക്കും. അവളുടെ ഭർത്താവിന്റെ മറ്റൊരു ഭാര്യ പേര് പെനീന്യ. അവൾ പ്രസവിക്കും. ആമേൻ. ഇവള് കരയും, അവൾ പ്രസവിക്കും. ഇവൾ കരയും, അവൾ പ്രസവിക്കും. അങ്ങനെ വായിച്ചു വരുമ്പോൾ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, തോണ്ടടാ, പിന്മാറാനുള്ളവർക്ക് നല്ല സമയമായി. യഹോവ അവളുടെ ഉദരത്തെ അടച്ചിരുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നമുക്ക് വേറൊന്നും പറയാൻ പറ്റത്തില്ല. ആമേൻ. ശുശ്രൂഷയിലായി പോയല്ലോ. പക്ഷേ പാവപ്പെട്ട ഹന്നയ്ക്ക് എന്ത് വേണമെങ്കിലും പറയാം. കാലമാടനായ ദൈവം എന്നാലും ഈ ദ്രോഹം ചെയ്തിട്ടാണല്ലോ എന്നെ ഇട്ട് കരയിപ്പിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം. യാദൃച്ഛികമായിട്ടല്ല ചിലർ കരയുന്നത്. ആമേൻ. സ്തോത്രം. കർത്താവ് പറയും, നിന്നെ കരയിപ്പിച്ച് പേരുള്ളൊരു തലമുറയെ ഞാൻ നിനക്ക് തരും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില തലമുറകൾക്ക് പേരുണ്ടാകുവാൻ ചിലരുടെ കണ്ണുനീർ ആവശ്യമെന്ന് എൻ്റെ കർത്താവ് അറിയുന്നുണ്ട്. ഹന്നയുടെ കണ്ണുനീർ ചില ശമൂവേൽ ബാലൻ ഉണ്ടാകുവാൻ ആവശ്യമെന്ന് എൻ്റെ ദൈവം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ വിഷമിക്കണ്ട. പന്നി പെറ്റവൾ പോലെ പെറ്റ പെനീനയ്ക്ക് പറയുവാനില്ലാത്ത പേരുള്ള ഒരു തലമുറയെ ഹന്നയ്ക്ക് നൽകി മാനിച്ച ഒരു ദൈവം. എന്നെ കേൾക്കുന്ന വാത്സല്യ മാതാവേ, നിന്റെ കണ്ണുനീരിന് പേരുള്ള തലമുറയെ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനത്തോടെ അഹങ്കാരത്തോടെ പറയുവാൻ കഴിയുന്ന നിന്റെ ചരിത്രം എഴുതുന്ന തലമുറകളെ നൽകി എൻ്റെ ദൈവം. ഓ റീധാര ശഖ റദരെ ശന്താരകന. ആരും ഇരുന്നിട്ടില്ലാത്ത സ്ഥാനത്തിരിക്കുവാൻ, ആരും ചെയ്തിട്ടില്ലാത്തത് ചെയ്യുവാൻ തക്കവേണം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. പലപ്പോഴും ദൈവം ക്രൂരനായി തീരുന്നത് ഇങ്ങനെയാണ്. ആമേൻ. ഹല്ലേലൂയ. ചിലത് തരണമെങ്കിൽ, ആമേൻ, ചിലത് വലുതായി ഉണ്ടാകണമെങ്കിൽ, ചിലത് പുതിയതും ശ്രേഷ്ഠകരമായത് ഉണ്ടാകണമെങ്കിൽ, ആമേൻ, സ്തോത്രം, അങ്ങനെ ചിലത് സംഭവിച്ചേ മതിയാകത്തുള്ളൂ. ചില കണ്ണുനീരിന്റെ അനുഭവങ്ങൾ കടന്നു വന്നേ മതിയാകത്തുള്ളൂ. ആ കണ്ണുനീർ നിന്നെ തകർത്ത് കളയുവാനല്ല, ആ കണ്ണുനീർ നിന്നെ മുടിച്ചു കളയുവാനല്ല, പേരുള്ള സ്തോത്രം തലമുറ ഉണ്ടാകുവാനും നിന്റെ പേര് എഴുതി ചേർക്കുവാനും അത്രേ, നിന്റെ പേര് എഴുതി വയ്ക്കുവാനും അത്രേ. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ദൈവം കരയിപ്പിച്ചു എങ്കിൽ, കയ്യിലിരിപ്പ് കൊണ്ടല്ലാതെ ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ, ദൈവം നിങ്ങളെ കരയിപ്പിച്ചു എങ്കിൽ പേരുള്ളത് തന്ന് ദൈവം നിങ്ങളെ മാനിക്കും. ആമേൻ. സ്തോത്രം. നെഞ്ചത്ത് കൈവച്ച് പറ, ഞാൻ കരയുന്നത് എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ല അപ്പാ, നീ കരയിപ്പിച്ചിട്ടാ ഞാൻ പേരുള്ളത് പ്രാപിക്കുവാൻ പോകുക. ഓ സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പേരില്ലാത്ത എണ്ണ കൂടുതലുള്ള മക്കളുടെ അമ്മയല്ല, പേരുള്ള ശമൂവേലിന്റെ അമ്മയാ. ആമേൻ. ഹല്ലേലൂയ. പേരുള്ള ശമൂവേൽ ബാലന്മാരുടെ അമ്മയാ, പേരുള്ള ശമൂവേൽ പ്രവാചകന്മാരുടെ അമ്മയാ, പേരുള്ള ശമൂവേൽ എന്ന ന്യായാധിപന്റെ അമ്മയാ, രാജാക്കന്മാരുടെ അഭിഷേകം. ഓ റീധാര ശഖ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അന്ന് വരെ ആരും ചെയ്തിട്ടില്ലാത്തത് ചെയ്തെടുക്കുവാൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. അങ്ങനെ ഇത് കേൾക്കുന്നത് കൊണ്ട് ഈ വൈകുന്നേരം നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരുന്നത് കൊണ്ട് സ്തോത്രം, എല്ലാം ശുഭം എന്ന് എഴുതി അവസാനിക്കുമെന്ന് കരുതരുത്. നല്ലത് പുറത്തു വരുവാനുണ്ടെങ്കിൽ തടയുന്ന ഒരുത്തൻ കൂടെയുണ്ട്. ആമേൻ. സ്തോത്രം. അവനറിയാം, ആമേൻ, പുറത്തു വരരുത്. അവനറിയാം, പുറത്തു വരരുത്. ആമേൻ. സ്തോത്രം. നോക്കൂ, ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം 34-36 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ
കഴിയുമ്പോൾ സ്തോത്രം ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നിന്നിട്ട് പറയുകയാണ്, രാജാവേ, ഒരിക്കൽ ഞാൻ അപ്പന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഹവും കരടിയും എൻ്റെ നേരെ വന്നു. എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് ഓടി. ഞാൻ പിന്നാലെ ഓടി, അടിച്ചു കീറി, എല്ലാം കഴിഞ്ഞു. എന്ത് ഈസി ആയിട്ട് പറഞ്ഞു. ആമേൻ. ഈ രാത്രി, ഈ സ്തോത്രം, ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ, ചിലത് സ്തോത്രം നിന്നിൽ നിന്ന് പുറത്തു വരാതിരിക്കുവാൻ നിന്നിലുള്ളതിനെ കവരുവാൻ വരും. ആമേൻ. ഹല്ലേലൂയ. ചില പിശാചും അവന്റെ പദ്ധതികളും നിന്നിൽ നിന്ന് ചിലത് ഇനി പുറത്തു വരാതിരിക്കുവാൻ നിന്നിലുള്ളതിനെ കവർന്നെടുക്കുവാൻ വേണ്ടി വരും. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ കേൾക്ക്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പിടിച്ചെടുക്കുവാൻ വരുന്നതിനെ നീ വലിച്ചു കീറും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സമയം എന്തിനാ നീ ദൈവസന്നിധിയിലായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ നിറഞ്ഞ് ചിലതിനെ കീറിക്കളയുവാൻ വേണ്ടിയാ. കീറിക്കളയുവാൻ വരുന്ന സിംഹത്തെ കീറിക്കളയുവാനാ. ഓ സ്തോത്രം. പിടിച്ച് ഞെരിക്കുവാൻ ശ്രമിക്കുന്ന കരടിയെ നീ കീറിക്കളയുവാൻ. നിന്നിൽ നിന്ന് പുറത്തു വരേണ്ടതിന്, നിന്നിൽ നിന്ന് പുറത്തു വരേണ്ടതിന്, നിന്നിൽ നിന്ന് പുറത്തു വരേണ്ട ശുശ്രൂഷയെ, നിന്നിൽ നിന്ന് പുറത്തു വരേണ്ട അനുഗ്രഹങ്ങളെ, നിന്നിൽ നിന്ന് പുറത്തു വരേണ്ട ആമേൻ നല്ല റിസൾട്ടിനെ, നിന്നിൽ നിന്ന് പുറത്തു വരേണ്ട ആരോഗ്യത്തെ, നിന്നിൽ നിന്ന് പുറത്തു വരേണ്ട നല്ലതിന് പിടിച്ചൊടുക്കുവാനും കീറിക്കളയുവാനും തക്കവണ്ണം കടന്നു വരുന്നതിനെ, ഓ സ്തോത്രം, കീറിക്കളയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ആമേൻ. എനിക്കറിയാം, ബൈബിൾ വായിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഇപ്പോഴും സംശയമുണ്ടാകും. ഉണ്ടായില്ലെങ്കിൽ എന്തോ കുഴപ്പമാണ്. അവിടെ ഒന്നും ദൈവദാസനെ സ്തോത്രം പറയണം കേട്ടോ. പരിശുദ്ധാത്മാവ് വന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. ആമേൻ. ഇത് ചുമ്മാ എഴുതിയിരിക്കുന്നത്. ആമേൻ. കാലങ്ങൾക്ക് മുമ്പേ നടന്ന സംഭവമാണ്. ദാവീദിന് അതൊന്നും ഒരു വിഷയമേ അല്ല. ആമേൻ. സ്തോത്രം. പണ്ടെങ്ങോ സിംഹം വന്നു, പണ്ടെങ്ങോ കരടി വന്നു. രാജാവേ, അതിനെയൊക്കെ ഞാൻ കയറി കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ആമേൻ. സ്തോത്രം. കഴിഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ, ആമേൻ, പണ്ട് സിംഹത്തെ കീറിയെന്ന് പറയുമ്പോൾ അതിന് വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല, കീറി കളഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഇതിലും വലിയ പ്രശ്നം വന്നതാണ്. നമ്മൾ സ്തോത്രം ഇപ്പം കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ തന്നെ, ആമേൻ, നിങ്ങളുടെ അടുത്ത് വേറൊരാൾ വന്നിട്ട് ഒരു സങ്കടം ഒന്ന് പറഞ്ഞു നോക്കണം. നിങ്ങൾ ചിരിച്ചുകൊണ്ട് പറയും, ഓ ഇതിലും വലുതിനെയൊക്കെ നമ്മൾ ചാടിയിട്ടല്ലേ വന്നത്, ഇതിലും വലുതൊക്കെ വന്നിട്ട് നമ്മളെ തൊട്ടുപോലുമില്ല, ഇതിലും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മളൊന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. ആമേൻ. ഈസി ആയിട്ട് നമ്മളങ്ങ് പറയും. ആമേൻ. സ്തോത്രം. പക്ഷേ ആ സംഭവത്തിന്റെ അകത്ത് നിൽക്കുമ്പോൾ, അങ്ങനെ ഒരു പ്രശ്നത്തിനകത്ത് നിൽക്കുമ്പോൾ ഈസിനെസ് ഒന്നും വരത്തില്ല. ആമേൻ. ഹല്ലേലൂയ. നോക്കൂ, ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്തോത്രം, യഹോവയുടെ ആത്മാവ് വന്നു. ആമേൻ. സ്തോത്രം. ആരുടെ മേല? ശിംശോന് മേൽ വന്നു. അപ്പോൾ എന്ത് ചെയ്തു? സിംഹത്തെ കീറിക്കളഞ്ഞു. സിംഹം കീറണമെങ്കിൽ ആത്മാവ് വരണം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വഴിമുടക്കുന്ന ചില സിംഹങ്ങളെ കീറുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വൈകിയ വേളയിൽ വരും. വഴിമുടക്കുന്ന നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിൽ തടസ്സം നിൽക്കുന്ന, നിന്റെ മുൻപോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന, നിന്റെ നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന, നിന്റെ യാത്രയ്ക്ക് ഒരു ശുഭ പര്യവസാനം ഉണ്ടാകരുതെന്ന് വെല്ലുവിളിക്കുന്ന ചില വഴിമുടക്കികളെ കീറിക്കളയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരിക. വിവാഹ മുടക്കികളെ കീറിക്കളയുവാൻ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കുന്നതിന് തടസ്സമായി വഴിമുടക്കുന്ന ചിലതിനെ കീറിക്കളയുക. തിരിച്ചറിയുന്നവർക്കായി നന്ദി കർത്താവേ. നിന്റെ മുന്നേറ്റത്തിന് തടസ്സമായി, നിന്റെ തലമുറകൾ പ്രാപിക്കേണ്ടത് പ്രാപിച്ചെടുക്കുന്ന തടസ്സമായി വഴിമുടക്കുന്ന ചിലതിനെ നീ കീറിക്കളയുവാൻ പോകുക. നിന്റെ ഭവനത്തിലേക്ക് വന്നു ചേരേണ്ടത് വന്നു ചേരുന്നതിന് തടസ്സമായി അതിനെ കീറിക്കളയുവാൻ നിൽക്കുന്ന, ഓ യാസ്, യേശുവിൻ നാമത്തിൽ ചില സിംഹത്തെയും ചില കരടിയെയും, യാസ്, യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ചില പിശാചിനെ നീ കീറിക്കളയുക. ആമേൻ. സ്തോത്രം. ചില പിശാചിന്റെ പദ്ധതികളെ നീ കീറിക്കളയുക. ആത്മാവ് വരിക. ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ. ആത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആത്മാവ് വരിക. കീറിക്കളയേണ്ടതിനെ കീറിക്കളയുവാൻ, തകർത്ത് കളയേണ്ടതിനെ തകർത്ത് കളയുവാൻ, പേരുള്ളത് പുറത്തു വരുവാൻ, വലിയത് പുറത്തു വരുവാൻ, അവസാനമില്ലാത്തത് പുറത്തു വരുവാൻ. താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ. ഇന്ന് രാത്രിയിലും ആത്മാവിന്റെ സാന്നിധ്യം പകരപ്പെടുന്ന കൃപയ്ക്കായി യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, ഈ വൈകിവേളയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ആമേൻ. ഹല്ലേലൂയ. ആത്മാവ് വരിക. ആമേൻ. സ്തോത്രം. ആ ആത്മാവിന്റെ നിറവ് എനിക്ക് വേണം. എനിക്ക് അഭിഷേകത്താൽ നിറഞ്ഞെന്ന് മടങ്ങണം. ആമേൻ. ആ സിംഹത്തെ എനിക്ക് കീറണം. വഴി മുടക്കി നിൽക്കുന്നതിന്, എന്റെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുന്നത് തടസ്സമായി, എന്നിൽ നിന്ന്
നിന്ന് ശുശ്രൂഷ പുറത്തു വരുന്നതിന് തടസ്സമായി, എൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിന് തടസ്സമായി വഴി മുടക്കി നിൽക്കുന്ന ചിലതിനെ എനിക്ക് കീറിക്കളയണം. എൻ്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളെ എനിക്ക് കീറിക്കളയണം. യേശുവിൻ നാമത്തിൽ അഭിഷേകത്തിനായി, ആ ആത്മസാന്നിധ്യത്തിനായി പ്രാർത്ഥിച്ചോട്ടെ. ആരും മൗനമായിരിക്കരുത്. ആ ശക്തി ഇന്ന് ഈ വൈകിയ വേളയിൽ പകരപ്പെടുക. കുടുംബങ്ങളെ സ്തോത്രം വിടിവിക്കുന്ന, പട്ടണങ്ങളെ പിടിച്ചടക്കുന്ന, വ്യക്തികളെ സ്വതന്ത്രമാക്കുന്ന യേശുവിൻ നാമത്തിൽ ആത്മാവിന്റെ വലിയ സാന്നിധ്യം എല്ലാവരും ദൈവസന്നിധിയിൽ എടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് അല്പസമയം കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.